ഓക്കെ, പ്രിയമുള്ളവർ, നമ്മളെ മലയാളത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. പരീക്ഷാ ഭവന്റെ സൈറ്റില് എല്ലാവരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ന് രാത്രി നാളേക്കായിട്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ചില ആളുകളുടെ ഹാൾ ടിക്കറ്റ് എന്തെങ്കിലും എറേഴ്സ് കാരണം ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ എറേഴ്സ് എന്താണെന്ന് കാണിക്കും. ചിലപ്പോൾ ഫോട്ടോന്റെ ക്ലാരിറ്റി കുറവ് ഒക്കെ ഉള്ള പ്രശ്നം മൂലം പലപ്പോഴും ചിലവർക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാറില്ല. അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നാളെ തന്നെ ചെയ്യണം, എന്നാലേ പരീക്ഷ ആകുമ്പോഴേക്ക് പുതിയ ഹാൾ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇന്ന് നാളേക്കായിട്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. മലയാളത്തിന് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. വാര്യമാഷ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നു. മലയാളവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടറ്റിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് പ്രധാനമായിട്ടും ശബ്ദവിഭാഗമാണ്. ദയവായിട്ട് മൈക്കൊന്ന് ഓഫ് ചെയ്യൂ. എല്ലാവരും മൈക്കൊന്ന് ഓഫ് ചെയ്യൂ. മൈക്കൊന്ന് ഓഫ് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്യൂ. മേനക ടീച്ചറെ ഫോൺ ഓഫ്, മ്യൂട്ട്, സൗണ്ട് മ്യൂട്ട്. മേനക ടീച്ചർ, സജിനി ടീച്ചർ, മൈക്ക് ഓഫ് ചെയ്യൂ. ഓക്കെ, തുടങ്ങിക്കോളൂ മാസ്റ്റർ. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവമായ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ശേഷിച്ച ഭാഗമാണെന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ് ക്ലിയർ കുറവാ. ആണോ? അതിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സൗണ്ട് ക്ലാരിറ്റി ഇല്ല. ഇത് കാണാമോ? ഞാൻ ഇതില് ബോർഡിലുള്ളത് കാണാമോ? സൗണ്ട് മുറിഞ്ഞാ കേൾക്കുന്നത് സാർ. കാണാം. അതെന്താണ് സൗണ്ട്? ഞാൻ ഫുൾ സൗണ്ടിലാണ് ഇട്ടേക്കുന്നത്. ഫുൾ സൗണ്ടാണ്. ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. നല്ല മഴ പെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ വീണ്ടും ക്ലിയർ ആയി, കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മള് ശബ്ദവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. അതിൽ നമ്മൾ ഓരോന്നും പറഞ്ഞു. അതിൽ ചോദ്യ സാധ്യതയുള്ള മേഖലയൊക്കെ ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാചകം, യോതകം, വാചകത്തിന്റെ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ വാചകത്തിന്റെ വിഭാഗങ്ങളിൽ നാമത്തെ നമ്മൾ ആദ്യം മൂന്നായിട്ട് തിരിച്ചു. എന്നിട്ട് അതിൽ തന്നെ ദ്രവ്യനാമത്തെ നമ്മൾ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്ന് നാലായിട്ട് തിരിച്ച് അവയ്ക്കൊക്കെ ഉദാഹരണങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സർവനാമമാണ്. സർവനാമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ട്. മിക്ക കേട്ടറ്റ് പരീക്ഷകളിലും സർവനാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുടെ നോട്ട്സുകൾ അന്നന്ന് തന്നെ ഞാൻ വീരപ്പ സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. സാർ അത് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സാറ് ചെയ്യും. അപ്പോൾ അന്നന്ന് തന്നെ നമ്മൾ ഞാൻ പഠിപ്പിച്ച് തീർക്കുന്ന ഭാഗത്തിൻ്റെ മൊത്തം നോട്ട്സ് നമ്മൾ അയച്ച് തരുന്നുണ്ട്. പിന്നെ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. പിന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ
നിങ്ങൾക്ക് ഈ ഇന്നെടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ടോ കഴിഞ്ഞ ദിവസത്തെ ഭാഗവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിൽ നാമവും ക്രിയയും ക്രിയ ആണ് നമ്മൾ രണ്ടാമത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ക്രിയയെ നമ്മൾ സകർമ്മകം അകർമ്മകം, കർമ്മ ഉള്ളത് സകർമ്മകം, കർമ്മ ഇല്ലാത്തത് അകർമ്മകം, അതുപോലെ തന്നെ കേവലം പ്രയോജകം, പിന്നീട് കാരിതം അകാരിതം, പിന്നീട് മുറ്റുവിന പറ്റുവിന. പറ്റുവിനയെ നമ്മൾ പേരച്ചം വിനയച്ചം ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. അതിൽ പേരച്ചവും ചോദ്യമായിട്ട് വരാം. കൂടുതൽ ഈ കാറ്റഗറി തേടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യാകരണ ഭാഗങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കാറ്റഗറി തേടിലുള്ളവരുണ്ടെങ്കിൽ അവര് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പേരച്ചവും വിനയച്ചവും ഒക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് പിന്നെ നമ്മൾ വിനയച്ചത്തിന് നമ്മൾ വിനയച്ചത്തിന് നമ്മൾ 5ആയിട്ട് തിരിച്ചു. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം, ഇങ്ങനെ നമ്മൾ തിരിച്ചു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടോപ്പിക്കുകളാണ് പറഞ്ഞത്. ആ ടോപ്പിക്കുകൾ ഓരോന്നും വായിച്ചു നോക്കുക. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വന്നു കാണും. അപ്പോൾ അത് വായിച്ചു നോക്കി കൃത്യമായിട്ട് അത് ഇത്രയും പഠിച്ചു വെക്കുക. അതിനകത്തുനിന്ന് നമുക്ക് ഒരു 2 ചോദ്യത്തിനുള്ള സാധ്യത വളരെ അധികമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയമാണ് ഭേദകം. ഭേദകം എന്ന് പറഞ്ഞ വിശേഷണമാണ്. നാമത്തെയോ ക്രിയയെയോ ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശബ്ദമാണ് ഭേദകം എന്ന് പറയുന്നത്. അതായത് ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷണത്തെ തന്നെയോ മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നത് ഭേദകം അഥവാ വിശേഷണം. ഇപ്പം ഞാൻ പറയാണ് ചുവന്ന പശു അല്ലെ കറുത്ത പശു, വെളുത്ത പശു എന്നൊക്കെ പറയുമ്പോൾ മറ്റു പശുക്കളിൽ നിന്നും നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ പശു, അതായത് നമ്മൾ പറയുന്ന പശു അത് വെളുപ്പതാണ്, വെളുപ്പ് നിറമുള്ളതാണ് എന്നാണ് നമ്മൾ പറയുന്നപ്പോൾ മറ്റ് പശുക്കളിൽ നിന്നും വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നു. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അങ്ങനെ ആ ഒരു വസ്തുവിനെ അല്ലെ ഒരു വ്യക്തിയെ എന്നുവെച്ചാൽ നാമത്തെയോ ക്രിയയെയോ വിശേഷണത്തെയോ മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കാണിക്കുക. അതാണ് ഭേദകം ചെയ്യുന്നത്. അതാ ഞാൻ ഈ 2-3 ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത്. കറുത്ത പശു, വെളുത്ത പശു, നീണ്ട വടി കണ്ടോ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ. അതുപോലെ പിന്നെ ഉറക്ക വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു, മെല്ലെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ക്രിയയുടെ വിശേഷണമായിട്ട് വരും. ഇനി ഭേദകത്തെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അല്പം നീണ്ട വടി എന്ന് പറയുമ്പോൾ അവിടെ അല്പം നീണ്ട 2 വിശേഷണം വരും. അപ്പം രണ്ടാമത്തെ വിശേഷണത്തെ നീണ്ട എന്ന വിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കും. ഇങ്ങനെ ഭേദകം 3 വിധത്തിലാണ് വരുന്നത്. നാമവിശേഷണം, ക്രിയാവിശേഷണം, ഭേദക വിശേഷണം. ഇങ്ങനെ വിശേഷണം 3 ആയിട്ട് നമ്മൾ വിഭജിക്കും. നാമവിശേഷണ, ക്രിയാവിശേഷണ, ഭേദക വിശേഷണം. പിന്നീട് ഇതിൽ നമ്മൾ ഭേദക വിശേഷണം തന്നെയല്ലേ വിശേഷണ വിശേഷണം? അതെ അതെ അതെ. സാറേ ഞാൻ ലാസ്റ്റ് നമുക്ക് സമയം തരാം. നിങ്ങൾ സംശയം വരുന്ന ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റ് ഞാനൊരു 10 മിനിറ്റ് തരാം. അപ്പൊ ഇത് ഇടയ്ക്ക് ആകുമ്പോൾ എൻ്റെ ഫ്ലോ അങ്ങ് ഇതാവും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് തരാം. അതൊന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ ആ സംശയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഒന്ന് ചോദിക്കുക. ലാസ്റ്റ് 10 മിനിറ്റ് ഞാൻ അതിനായിട്ട് മാറ്റി വെക്കും. അപ്പൊ ഇവിടെ നാമവിശേഷണം, ക്രിയാവിശേഷണം, ഭേദക വിശേഷണം. ഭേദക വിശേഷണത്തിന്റെ മറ്റൊരു പേരാണ് പിന്നെ വിശേഷണ വിശേഷണം. ഓക്കെ. അപ്പം
ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് നാമവിശേഷണം. എന്താണ് നാമവിശേഷണം? നാമത്തെ വിശേഷിപ്പിക്കുന്ന ഭേദകത്തെയാണ് നമ്മൾ നാമവിശേഷണം എന്ന് പറയുന്നത്. നാമത്തെ വിശേഷിപ്പിക്കുന്ന ഭേദകം, അതിനെയാണ് നമ്മൾ നാമവിശേഷണം എന്ന് പറയുന്നത്. നാമത്തെ വിശേഷിപ്പിക്കുക, അതാണ് ഈ ഭേദകം ചെയ്യുന്നത്. നാമത്തെ വിശേഷിപ്പിക്കുന്ന ഭേദകം, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വെളുത്ത കുട്ടി, കുട്ടി എന്ന നാമത്തെ വിശേഷിപ്പിക്കുന്നു. വെളുത്ത എന്നുള്ള ശബ്ദം ചേർത്തിട്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. വെളുത്ത കുട്ടി. കറുത്ത കുതിര എന്ന് പറയുമ്പോൾ കുതിര കറുത്ത ഉണ്ടോ. മറ്റു കുതിരകളിൽ നിന്നും നമ്മൾ ഈ പറയുന്ന കുതിരയെ നമ്മൾ വേർപെടുത്തി കാണിക്കുകയാണ് കറുത്ത കുതിര. ഈ കുതിരയുടെ കാണാൻ പറ്റും. കറുത്ത കുതിര. പിന്നെ വലിയ വഴി. വലിയ വഴി എന്ന് പറയുമ്പോൾ വഴിയെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് വലിയ ഉണ്ടോ, വലിയ. അതുപോലെ നീണ്ട വടി എന്ന് പറയുമ്പോൾ വടിയെ വിശേഷിപ്പിക്കുന്നു. ഇതെല്ലാം നാമങ്ങളായതുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ നാമവിശേഷണം എന്ന് പറയുന്നത്. കുട്ടി, വഴി, പുല്ല്, കുതിര, വടി, താടി, ഇതൊക്കെ നാമങ്ങളാണ്. അപ്പം അതുകൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്ന ഭേദകം, അതാണ് നാമവിശേഷം. ഇനി രണ്ടാമത്തത് ക്രിയാവിശേഷം. ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദമാണ് ക്രിയാവിശേഷം. ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദമാണ് ക്രിയാവിശേഷം. ഉദാഹരണത്തിന് വേഗത്തിൽ ഓടി എന്ന് പറയുമ്പോൾ ഓടി എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. എങ്ങനെ? വേഗത്തിൽ ഓടി. ഇനി ഉറക്കെ പാടി. പാടി എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. ഉറക്കെ, ഉറക്കെ പാടി, ഉച്ചത്തിൽ പാടിയെന്ന. ഇനി പയ്യെ തിന്നു. പയ്യെ തിന്നു എന്ന് പറഞ്ഞാൽ പതുക്കെ, മെല്ലെ തിന്നു എന്നുള്ള അർത്ഥം കിട്ടും. പതുക്കെ പറഞ്ഞു. പതുക്കെ പറഞ്ഞു എന്ന് പറയുമ്പം പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പറഞ്ഞു എന്നുള്ളതിനെ വിശേഷിപ്പിക്കും. ഉച്ചത്തിൽ വിളിച്ചു ഉണ്ടോ, വിളിച്ചു എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു ഉച്ചത്തിൽ. മെല്ലെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു മെല്ലെ. അപ്പൊ ഇവിടെ ഓടി, തിന്നു, വിളിച്ചു, പാടി, പറഞ്ഞു ഈ ക്രിയകളെ വിശേഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വിശേഷണങ്ങളാണ് തൊട്ട് ഇപ്പുറത്ത് പറയുന്ന വേഗത്തിൽ, ഉറക്കെ, പയ്യെ, പതുക്കെ, ഉച്ചത്തിൽ, മെല്ലെ. ഇങ്ങനെ പറയുന്നു കേട്ടോ. ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദം. അതുകൊണ്ട് അതിനെ നമ്മൾ ക്രിയാവിശേഷണം എന്ന് പറയും. അപ്പം നാമവിശേഷണമായി, ക്രിയാവിശേഷണമായി. ഇനി മൂന്നാമത്തത് ഭേദക വിശേഷം. ഭേദകത്തെ തന്നെ വിശേഷിപ്പിക്കുന്ന ഭേദകത്തെയാണ് നമ്മൾ ഭേദക വിശേഷണം എന്ന് പറയുന്നത്, അഥവാ വിശേഷണ വിശേഷം. ഭേദകത്തെ തന്നെ വിശേഷിപ്പിക്കുന്ന ഭേദകം, അത് വിശേഷണം. അതിനെയാണ് നമ്മൾ ഭേദക വിശേഷണം അഥവാ വിശേഷണ വിശേഷണം എന്ന് പറയും. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് വളരെ നീണ്ട മുടി. ഇവിടെ മുടി എന്ന് പറയുന്ന നാമമാണ്. ആ നാമത്തെ വിശേഷിപ്പിച്ചു നീണ്ട മുടി. ആ നീണ്ട എന്ന നാമവിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കുന്നു വളരെ നീണ്ട മുടി. അപ്പൊ അവിടെ വളരെ എന്നുള്ളത് വിശേഷണ വിശേഷം അല്ലെങ്കിൽ ഭേദക വിശേഷം. ഇനി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. അപ്പൊ ഉച്ചത്തിൽ പറഞ്ഞു എന്നുള്ള ക്രിയയെ വിശേഷിപ്പിക്കുകയാണ് ഉച്ചത്തിൽ. അതിനെ വീണ്ടും വിശേഷിപ്പിക്കുന്ന അല്പം ഉച്ചത്തിൽ. അപ്പൊ അല്പം എന്നുള്ളത് വിശേഷണ വിശേഷം. ഇനി അല്പം ഇടുങ്ങിയ വഴി. അല്പം ഇടുങ്ങിയ വഴി. അല്പം ഇടുങ്ങിയ, ഇടുങ്ങിയ എന്നുള്ളത്
അതാണ് വിശേഷണം. വഴിയുടെ വിശേഷണം. അപ്പൊ അവിടെ അല്പം ആണ് വിശേഷണമായി വരിക. ഇനി അടുത്തത് വളരെ വേഗത്തിൽ തിന്നു. ഒരു നമ്മുടെ കേട്ടത്തിന്റെ ചോദ്യത്തിൽ വന്നതാണ്, വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നു. വളരെ വേഗത്തിൽ. അതിൽ വളരെ എന്നുള്ളതിന്റെ അടിയിൽ വരയിട്ടിട്ട് അടിവരയിട്ട ശബ്ദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള ചോദ്യം. അവിടെ ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണം എന്ന് നമ്മൾ ഉത്തരം കൊടുക്കണം. വളരെ നീണ്ട മുടി. അപ്പൊ അവിടെ വളരെ നീണ്ട മുടി എന്ന് പറയുമ്പോൾ നീണ്ട മുടിയെ വീണ്ടും വിശേഷിക്കും. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. നാമവിശേഷണത്തെയോ ക്രിയാവിശേഷണത്തെയോ വീണ്ടും വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് ഭേദക വിശേഷണം. അപ്പം ഭേദകത്തെ നമ്മൾ 3 തിരിച്ചു. ഇനി ഭേദകങ്ങളെ നമ്മൾ അവയുടെ വ്യാപാരം അനുസരിച്ച് അത് ചെയ്യുന്ന അതായത് ഭേദകൻ എങ്ങനെ നിന്നാണോ അല്ലെ എന്തുമായി നിന്നാണോ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതവിടെ ഭേദകത്വം വ്യാപരിക്കുന്നതനുസരിച്ച് ഭേദകം ഓരോ സന്ദർഭത്തിലും വിശേഷണമായിട്ട് വന്ന് പെരുമാറുന്നത് എങ്ങനെ എന്നുള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ ഭേദകത്തെ നമ്മൾ 7 വിഭജിക്കും കേട്ടോ. ഈ വിഭജനം കൂടുതലും വരുന്നത് ഈ കാറ്റഗറി 3, 4 വിഭാഗത്തിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. മറ്റ് കാറ്റഗറി 1നും 2നും വേണമെങ്കിൽ നമുക്ക് നാമവിശേഷണോ ക്രിയാവിശേഷണോ ഭേദക വിശേഷണോ മാത്രം പഠിച്ച കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഭേദകത്തെ നമ്മൾ വ്യാപാരം അനുസരിച്ച്, കാരണം അവ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ക്രിയകളോടോ നാമത്തോടോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവയെ വിശേഷിപ്പിക്കും. ഉദാഹരണത്തിന് വികാരമൊന്നുമില്ലാതെ ശുദ്ധമായി നിന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദമാണ് ശുദ്ധഭേദം. ശുദ്ധഭേദം അതിനകത്ത് മറ്റതൊന്നുമില്ല, യാതൊരു വികാരവും ഇല്ലാതെ ശുദ്ധമായിട്ട് നിന്നുകൊണ്ട് വിശേഷിപ്പിക്കപ്പോൾ ഉദാഹരണത്തിന് നൽ, തിരു, വൻ, ചെറു, ചെം, പുതു, തൂ, കരി, വെൺ തുടങ്ങിയവ ശുദ്ധഭേദകങ്ങളാണ്. നൽ വരും, തിരു, വൻ, ചെറു, ചെം, പുതു, തൂ, കരി, വെൺ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ശുദ്ധഭേദകങ്ങൾ. എല്ലാത്തിനും നമുക്ക് ഉദാഹരണം തരാം. നൽ പ്ലസ് മുല്ല. ഞാനത് പിരിച്ചെഴുതിയ മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് എക്സാമിന് പിരിച്ചെഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നന്മുല്ല, നന്മുഖം എന്നൊക്കെ പറഞ്ഞ് പിരിച്ചെഴുതാൻ ചോദിച്ചാൽ ഇത് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് ഇത് ഇതിനിടയിൽ കൂടെ അതുകൂടെ ഒന്ന് പറഞ്ഞത്. നന്മുല്ല, തിരുവോണം, തിരു പ്ലസ് ഓണം, അങ്ങനെ പിരിക്കുക. അവിടെ വാ വരും പുതിയതായിട്ട്, വ് ആണ് വരുന്നത്, വാ കേട്ടോ, വ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എളുപ്പത്തിന് വാ എന്ന് പറയും. തിരുവോണം, വൻപയർ, ചെറുപുഷ്പം, ചെന്താമര, പുതുവർഷം, തൂമൊഴി, കരിമുകിൽ, വെൺപട്ട്, ഇതൊക്കെ ഇതിൽ വരുന്നത്. ഇത് ശുദ്ധ ഭേദകം എന്ന വിഭാഗത്തിൽ വരുന്ന ഭേദകങ്ങളാണ് ഈ പറഞ്ഞത്. ഇത്രയും. ഇനി അടുത്ത സാർവനാമികം എന്ന് പറയും. സാർവനാമികം എന്ന് പറയുമ്പോൾ സർവനാമം, പ്രത്യേകിച്ചും ഈ പ്രഥമ പുരുഷ സർവനാമത്തിലെ ചുട്ടെഴുത്തുകൾ, ആ ചുട്ടെഴുത്തുകൾ വിശേഷണമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സർവനാമം വിശേഷണമായി വരുന്നത് സാർവനാമികം എന്ന ഭേദകമാണ്. ചുട്ടെഴുത്തുകളായ ആ, ഈ, എ എന്നിവ വിശേഷണ സ്ഥാനം കൈക്കൊണ്ടുവരുന്നതാണ് ഈ ഭേദം. ഏത് ഭേദകം? സാർവനാമിക ഭേദം. അക്കാലം, ഇക്കാലം, എക്കാലം, അവിടം, ഇവിടം, എവിടം, ഇതൊക്കെയാണ് പിന്നെ ചുട്ടെഴുത്തുകൾ വിശേഷണമായിട്ട് വരുന്നത്.
ഇതിന് നമ്മൾ സാർവനാമിക ഭേദകം എന്നാ പറയുന്നത്. അയാൾ, ഇയാൾ, എയാൾ എന്നൊക്കെ. ഏതാള്, അതായത് എയാൾ എന്ന് പറയുന്നത്. അയാൾ, ഇയാൾ, എയാൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതൊക്കെ സാർവനാമിക ഭേദകം. ഇനി മൂന്നാമത്തത് സാംഖ്യഭേദകം. സാംഖ്യഭേദകം. സാംഖ്യഭേദകം എന്ന് പറഞ്ഞാൽ സംഖ്യാവിശേഷണം എന്ന് പറയും. സംഖ്യ വിശേഷണമായിട്ട് വരുന്ന ഒരു സംഖ്യ, അത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യകൾ, ഇംഗ്ലീഷിലൊന്നും എടുക്കരുത്. 2 കൺട്രീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും എടുക്കരുത്. ചിലപ്പോൾ ഭാവിയിൽ വന്നുകൂടായി സാംഖ്യഭേദം. ഇംഗ്ലീഷിലെ സംഖ്യകൾ ഇംഗ്ലീഷുമായിട്ട് വളരെ അടുപ്പമാണല്ലോ നമുക്ക്. അതുകൊണ്ട് സാംഖ്യഭേദം, സംഖ്യാവിശേഷം. അതായത് സംസ്കൃതത്തിലെ മലയാളത്തിലെ. സംസ്കൃതത്തിലെ ആകുമ്പോ ഏക, ദ്വയ, ത്രയ, ചതുർ, പഞ്ച, ഷഷ്ട, സപ്ത, അഷ്ട, നവ, ദശ ഒക്കെ നമ്മുടെ ഇവിടുത്തെ വരും. സംസ്കൃതത്തിലെ വരും. മലയാളത്തിലാണ് 1, 2, 3, 4, 5, 6, 7, 8 കേട്ടോ. എങ്ങനെ വരും? ഇതൊക്കെ വരുന്നത് സാംഖ്യഭേദകം എന്ന് നമ്മൾ പറയും. അത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യകൾ ആദ്യപദമായിട്ട് അത് വരും, വിശേഷണമായിട്ട് അത് വരും. അതാണ് ഒരാൾ, ഇരുനില, മൂവർണം, 4 ഇല, പഞ്ചതന്ത്രം, ഷഡ്രസം, സപ്തവർണം, അഷ്ടമാർഗം, നവരസം എന്നൊക്കെ പറയുന്നത് ഈ സാംഖ്യഭേദം. സാംഖ്യഭേദം, സംഖ്യാവിശേഷണം എന്നും ഇതിന് പറയും കേട്ടോ. ഒരാൾ, ഇരുനില, മൂവർണം, മൂലോകം, 4 ഇല, 4 അടി എന്നൊക്കെ പറയുന്നത്. പഞ്ചതന്ത്രം, ഷഡ്രസം, സപ്തവർണം, അഷ്ടമാർഗം, നവരസം, ദശാവതാരം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സാംഖ്യഭേദകം എന്ന വിഭാഗത്തിൽ വരും. ഇനി നാലാമത്തത് പാരിമാണികം എന്ന് പറയും. പരിമാണം എന്നുള്ള വാക്കറിയാം. പരിമാണം എന്ന് പറഞ്ഞാൽ അളവ്. പരിമാണത്തെ, അതായത് അളവിനെയോ തൂക്കത്തെയോ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ വിശേഷണമായി വരുന്നതാണ് പാരിമാണികം എന്ന ഭേദകം. പരിമാണം അതായത് അളവ്, തൂക്കം, ഇവ വിശേഷണമായിട്ട് വരും. ഉദാഹരണത്തിന് നാഴിയരി, ഇടങ്ങഴിപ്പയറ്, ഇരുനാഴിപ്പയറ്, 3 മീറ്റർ തുണി, 4 മുഴം കയറ്, 5 കിലോ അരി, 6 അടി മണ്ണ്, 7 ലിറ്റർ പാല്, 2 ഇടങ്ങഴി നെല്ല് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ എന്താ അളവ്, തൂക്കം. 1 കിലോ അല്ലെ ലിറ്റർ ഇതൊക്കെ വരും. മീറ്റർ, അതുപോലെ നമ്മുടെ പഴയ അളവാന്നല്ലോ നാഴി, ഇടങ്ങഴി, അങ്ങനെയുള്ള പഴയ അളവ്. ഇഞ്ച് എന്നൊക്കെ പറയും, 2 ഇഞ്ച് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള അളവുകൾ വിശേഷണമായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ പാരിമാണികം എന്ന് പറയും. ഇനി നാമാങ്കജമാണ് അടുത്തത്. വിഭാവകമാണ് അടുത്തത്. വിഭാവകം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഗുണത്തെ അഥവാ സ്വഭാവത്തെ വിവരിക്കുന്ന ഭേദം. അതാണ് വിഭാവം. നാമത്തോട് ആയ എന്ന് ചേർത്തും ക്രിയയോട് ആയി എന്ന് ചേർത്തുമാണ് നമ്മൾ വിഭാവകം എന്ന ഭേദകം നാമത്തോടും ക്രിയയോടും യോജിപ്പിക്കുന്നത്. അതാണ് ആയ അല്ലെങ്കിൽ ആയി ചേർത്താണ്. ഇത് തന്നെയാണ് കർമ്മധാരയൻ എന്ന് പറയുന്ന സമാസം. ഇതാ കർമ്മധാരയൻ. ഗുണമോ, ഒരു വസ്തുവിന്റെ ഗുണം, അതായത് സ്വഭാവത്തെ കാണിക്കുന്ന ശബ്ദമായിരിക്കും. അല്ലെങ്കിൽ നിറത്തെ കാണിക്കുന്ന, കറുത്തതായ വണ്ട് എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ ഈ വിഭാവകം എന്ന് പറയുന്ന ഭേദകമാണ്. ആ ഭേദകം തന്നെയാണ് ശരിക്കും കർമ്മധാരയ സമാസം പഠിക്കുമ്പോൾ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ വിഭാവകം എന്നുള്ളത് ഓർത്തിരിക്കും.
ഇത് ഒന്നുകിൽ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതിനെ വിവരിക്കുന്ന ഭേദകത്തെയാണ് നമ്മൾ വിഭാവകം എന്ന് പറയുക. നാമത്തോട് ആയ എന്ന് ചേർത്തും ക്രിയയോട് ആയി എന്ന് ചേർത്തുമാണ് വിഭാവകം നമ്മൾ അതിനോട് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി. സുന്ദരനായ പുരുഷൻ, മിടുക്കനായ കുട്ടി, സുന്ദരിയായ പെണ്ണ്, അതുപോലെ ജയിക്കാനായി ജനിച്ചു, ഒന്നാമനായി ജയിച്ചു, മിടുക്കിയായി പഠിച്ചു. ഉണ്ടോ? പഠിച്ചു, ജനിച്ചു, ജയിച്ചു. ഇവ ക്രിയയായതുകൊണ്ടാണ് നമ്മൾ അതിനൊക്കെ ആയി ചേർത്ത്. ആദ്യത്തതിനൊക്കെ എന്താ? തടിയനായ മനുഷ്യൻ, തടിച്ചിയായ പെണ്ണ്, നമ്മൾ പറയത്തില്ലേ? അവിടൊക്കെ നാമവും ക്രിയയും. അപ്പം നാമത്തിന്റെ കൂടെ ആണെങ്കിൽ അവിടെ ആയ ചേരും, ക്രിയയുടെ കൂടെ ആണെങ്കിൽ അവിടെ ആയി ചേരും. ഇനി അടുത്ത ഭേദകം എന്ന് പറയുന്നത് നാമാങ്കജം. നാമാങ്കം എന്ന് പറഞ്ഞ പേരച്ചെന്ന്, പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന, പേരിന് അംഗമായി നിൽക്കുന്ന അപൂർണ ക്രിയയെ ആണ് നമ്മൾ നാമാങ്കം എന്നും, നാമാങ്കം അല്ലെങ്കിൽ പേരച്ചം. പേരച്ചം വിശേഷണ സ്ഥാനത്ത് വരുന്നതാണ് നാമാങ്കജം എന്ന ഭേദം. പേരച്ചം വിശേഷണ സ്ഥാനത്ത് വരുന്നത്, അതാണ് നാമാങ്കജം എന്ന ഭേദം. ഇനി അതിനുദാഹരണം നോക്കെ. തളർന്ന മനുഷ്യൻ, താളം തെറ്റിയ താരാട്ട്, തെറ്റിയ ഉണ്ടോ? പൊട്ടിയ വയറ്, ഉറവ വറ്റിയ കിണർ, വറ്റിയ, പൊട്ടിയ താലിച്ചരടുകൾ കാണാം ഒക്കെ മുരുകൻ പറഞ്ഞതുപോലെ. പൊട്ടിയ ചരട്, പൊട്ടിയ. കെട്ടിയ പെണ്ണ്, ഉണ്ടോ? ഇങ്ങനെ കെട്ടിയ പെണ്ണിനെ വടി കൊണ്ട് കെട്ടിയ പെണ്ണിനെ കിട്ടിയ വടി കൊണ്ടൊന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാര് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. കിട്ടിയ എന്നൊക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് പേരച്ചം വിശേഷണമായി വരുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ നാമാങ്കജം എന്ന് ആണ് പറയുന്നത്. ഇനി ക്രിയാങ്കജമുണ്ട്. ക്രിയാംഗം എന്ന് പറഞ്ഞാൽ വിനേച്ചം. ക്രിയാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനേച്ചം. അപ്പൊ വിനേച്ചം വിശേഷണമായി വരുന്ന ആ ഭേദകത്തെയാണ് നമ്മൾ ക്രിയാങ്കജം എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഉറക്കെ പാടി, മെല്ലെ നടന്നു, പതുക്കെ പോയി, ഉറക്കെ പറഞ്ഞു, വേഗത്തിൽ ഓടി, ഉച്ചത്തിൽ വിളിച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ക്രിയാംഗം, അതായത് വിനയച്ചം വിശേഷണമായി വരുന്നത് കൊണ്ടാണ് ആ ഭേദകത്തെ നമ്മൾ ക്രിയാങ്കജം എന്ന് വിളിക്കും. അപ്പം നമ്മൾ 7 ഭേദകങ്ങൾ വ്യാപാരം അനുസരിച്ച് 7 എന്നുവെച്ചാൽ ആ വിശേഷണ സ്ഥാനത്ത് വരുന്നത് ഏത് തരം ശബ്ദമാണെന്ന് നോക്കിയിട്ടാണ്. അത് നോക്കിയിട്ടാണ് അങ്ങനെ ആ ശബ്ദം എങ്ങനെ വ്യാപരിക്കുന്നു അത് നോക്കിയിട്ടാണ് അതിന്റെ വിശേഷണ സ്ഥാനം ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് തീരുമാനിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭേദകത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ട് ഉള്ളത്. ഭേദം. ഇനി അടുത്തത് നമുക്ക് ദ്യോതകം ആണ്. അടുത്തത് ദ്യോതകം. ദ്യോതകം എന്ന് പറഞ്ഞാല് ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായിട്ട് തിരിച്ചു. അതിൽ വാചകത്തിന് നാമം, ക്രിയ, ഭേദകം 3 വിഭാഗം പറഞ്ഞു. ആ 3ന്റെയും എല്ലാ ഉപവിഭാഗങ്ങളും മുഴുവൻ നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശബ്ദ വിഭാഗത്തിൽ, ഈ ശബ്ദ വിഭാഗം തന്നെ ഇംഗ്ലീഷിലും ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ വേറൊരു രീതിയിൽ 8 എണ്ണമാണ് ഇംഗ്ലീഷിലുള്ളത്. നിങ്ങൾക്കറിയാം. നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ്. അതാണ് അവിടുത്തെ ശബ്ദ വിഭാഗം. പാർട്സ് ഓഫ് സ്പീച്ച്, ശബ്ദത്തിന്റെ പാർട്ടുകൾ, അതാണ് അവിടെ വരുന്നത്. ഇവിടുത്തെ നമ്മൾ ശബ്ദ വിഭാഗം എന്ന പേരിൽ നമ്മൾ പഠിച്ചത്. നമുക്ക് ഇങ്ങനെ
ഒരുപാട് വിഭജനം ഉണ്ട്. നാമം, ക്രിയ, ഭേദക, ഇതിൻ്റെയൊക്കെ എല്ലാ പ്രത്യേകതകളും നമ്മൾ ഇതിനകത്ത് ശബ്ദ വിഭാഗത്തിൽ പഠിക്കും. ഇതിൽ രണ്ടാമത്തത് വാചകം. വാചകം എന്ന് പറഞ്ഞ സ്വതന്ത്രമായ അർത്ഥമുള്ള ശബ്ദമാണ് വാചകം. എന്നാൽ ദ്യോതകം അതല്ല. ദ്യോതകം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ അർത്ഥമില്ലാത്തത്. സ്വതന്ത്രമായ അർത്ഥമില്ലാത്തത് വാചക ശബ്ദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുകയോ കൂട്ടിയിണക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന ശബ്ദം. അവയെയാണ് നമ്മൾ ഭേദകം എന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ല, മറ്റ് ശബ്ദങ്ങളോട്, കൂടുതലും വാചക ശബ്ദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവയുടെ അർത്ഥത്തെ പരിഷ്കരിക്കും. ഇനി ചിലപ്പോൾ അർത്ഥത്തെ പരിഷ്കരിച്ച് കൂട്ടിയിണക്കും, അല്ലെങ്കിൽ അർത്ഥത്തെ വെളിപ്പെടുത്തും. കേട്ടോ, അല്ലെങ്കിൽ അതാ പരിഷ്കരിക്കുകയോ കൂട്ടിയിണക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന ശബ്ദങ്ങൾ മലയാളത്തിലുണ്ട്. അത്തരം ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ വാചക ശബ്ദങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഇത്തരം ശബ്ദത്തെയാണ് നമ്മൾ ദ്യോതകം എന്ന് പറയുന്നത്. ദ്യോതകം എന്ന് പറയുന്നത് അതിനെയാണ്. വാചക ശബ്ദങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ശബ്ദമാണ് ദ്യോതകം എന്ന് പറയുന്നത്. കേട്ടോ, ഒരു നാമത്തിനോ ക്രിയയ്ക്കോ വിശേഷണത്തിനോ മറ്റ് ശബ്ദങ്ങളുമായുള്ള ബന്ധമാണ് ഈ ദ്യോതക ശബ്ദങ്ങൾ കാണിക്കുന്നത്. ഒരു നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം, ക്രിയയ്ക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധം, വിശേഷണത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം. അപ്പൊ ഈ ബന്ധം കാണിക്കുന്ന ശബ്ദമാണ് ദ്യോതകം എന്ന് നമ്മൾ പറയുന്നു. ദ്യോതകത്തെ നമ്മൾ ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് വിധത്തിൽ വാചകത്തെ നമ്മൾ നാമം, ക്രിയ, ഭേദകം എന്ന് മൂന്നായിട്ട് തിരിച്ചല്ലോ. അതുപോലെ ദ്യോതകത്തെ നമ്മൾ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ആ ദ്യോതകം ഉണ്ടായത് എങ്ങനെയാണോ അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ രണ്ട് വിധത്തിൽ തിരിക്കും. ഒന്ന് നിപാതം എന്നാണ്. നിപാതം എന്ന് പറഞ്ഞാൽ ഉണ്ടായ കാലം മുതൽ തന്നെ ദ്യോതക ധർമ്മം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്ന ദ്യോതക ശബ്ദത്തെയാണ് നമ്മൾ നിപാതം. കേട്ടോ, ജന്മനാ തന്നെ ദ്യോതകമായ ശബ്ദം. ഉണ്ടായ കാലം മുതൽ തന്നെ മൂപ്പർക്ക് പണി എന്ന് പറയുന്നത് ഈ ദ്യോതകങ്ങളുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കും. എന്താ ദ്യോതകങ്ങളുടെ ധർമ്മം? മറ്റു പദങ്ങളോട് കൂട്ടിയിണക്കുക, അല്ലെങ്കിൽ മറ്റ് പദങ്ങളുടെ അർത്ഥത്തെ പരിഷ്കരിച്ച് കൂട്ടിയിണക്കുക, അല്ലെങ്കിൽ അർത്ഥം വെളിപ്പെടുത്തുക. ഇതൊക്കെയാണ് ദ്യോതകത്തിന്റെ ധർമ്മം. ആ ദ്യോതക ധർമ്മം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്ന ദ്യോതക ശബ്ദത്തെയാണ് നമ്മൾ നിപാതം എന്ന് പറയുന്നത്. ജന്മനാ തന്നെ ദ്യോതകമായ ശബ്ദം ഓ എന്ന തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങൾ നിപാതത്തിന് ഉദാഹരണം. ഓ ഇപ്പൊ നമ്മൾ പറയില്ല ആമയും മുയലും ഓടി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ആമയോ മുയലോ രാമനോ കൃഷ്ണനോ, അങ്ങനെ ഓ അത് കൂട്ടിച്ചേർത്ത് പറയും. ആ ഓ എന്നുള്ളത് വികൽപ്പിച്ച് പറയും. കേട്ടോ, ആരെങ്കിലും ഒരാളെന്നുള്ള രീതിയിൽ വികൽപ്പിച്ച് പറയും. അതിനെയാണ് നമ്മൾ നിപാതം എന്ന് പറയുന്നത്. കേട്ടോ, നിപാതം. അതിൽ എന്നുള്ളതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് സമുച്ചയ നിപാതം എന്ന് പറയുന്നത്. എന്നുള്ളതിനെ നമ്മൾ ഈ രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർത്ത് പറയുന്നത് കൊണ്ട് പിന്നെ നമ്മൾ പറയും സമുച്ചയ നിപാതം. ഇനി ഓ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രണ്ടിൽ ഒരാളെ മാത്രമേ വരൂ. രണ്ടുപേരെ കൂടെ ചേർത്ത് പറയുന്നത് രണ്ടിൽ ഒരാൾ മാത്രമേ ഉള്ളെന്ന് പറയുന്നത് രാമനോ കൃഷ്ണനോ മലപ്പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പോയാൽ മതി.
അപ്പൊ അതാണ് വികൽപ്പ നിപാതം. വികൽപ്പിച്ചു പറയുക, സമുച്ചയിച്ചു പറയുക, അതാണ് നിപാതം. നിപാതത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഓ എന്ന രാധ എന്ന പെൺകുട്ടി എന്നൊക്കെ പറയും, രാവണൻ എന്ന രാക്ഷസൻ, അതൊക്കെ നിപാതത്തില് വരുന്നു. ഇനി രണ്ടാമത്തത് എന്താ? അവ്യയം. അവ്യയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവ വാചക ശബ്ദങ്ങളായിരുന്നു. ക്രിയയോ നാമമോ വിശേഷണമോ ഒക്കെ ആയിരുന്ന ശബ്ദങ്ങളാണ് അവ്യയങ്ങളായി മാറുന്നത്. അതായത് ഒരു കാലത്ത് നാമമോ ക്രിയയോ വിശേഷണമോ ആയിരുന്ന ശബ്ദങ്ങൾ പിന്നീട് ചിലപ്പോൾ ഒരക്ഷരം ലോപിച്ചു പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പ്രത്യയങ്ങൾ ലോപിച്ച് പോയിട്ടായിരിക്കും. അപ്പം അക്ഷരമോ പ്രത്യയങ്ങളോ ലോപിച്ചിട്ട് ദ്യോതകമായി മാറിയ ശബ്ദങ്ങളെയാണ് നമ്മൾ അവ്യയം എന്നത്. കൊള്ളുക എന്നുള്ള ക്രിയയുടെ പ്രത്യയം ലോപിച്ചിട്ടാണ് കൊണ്ട്. പറ്റുക, കുറിക്കുക, മുതൽ, വരെ, വരിക, അതാണ് വരൂ, വരെ ആവുന്നത്. മുതൽ, മുതലാകുക എന്നുള്ള. പിന്നെ തൊട്ട്, തൊടുക എന്നുള്ള ക്രിയയാണ് തൊട്ട് ആയി മാറും. അപ്പൊ ഇവയൊക്കെ അവ്യയത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയും. കൊണ്ട്, പറ്റി, കുറിച്ച്, മുതൽ, വരെ, തൊട്ട്, ഇവയൊക്കെയാണ് അവ്യയത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയും. അപ്പം ശബ്ദത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക, അതിന്റെ ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കി. ഒന്ന് ജന്മനാ ഉണ്ടായതും ഒന്ന് പിൽക്കാലത്ത് ഇതിലേക്ക് കടന്നു വന്നത്. ആദ്യകാലത്ത് വാചകങ്ങളായിരുന്നു, പിൽക്കാലത്ത് ദ്യോതകങ്ങളായി മാറിയത്. അതിനെ നമ്മൾ അവ്യയം എന്ന് പറയും. ഇനി ദ്യോതകങ്ങളെ നമ്മൾ വ്യാപാരം അനുസരിച്ച് ഓരോ ദ്യോതകവും ചെയ്യുന്ന പിന്നെ ഓരോ ദ്യോതകവും ചെയ്യുന്ന ഇതിനെ അടിസ്ഥാനമാക്കി, അത് പ്രവൃത്തിയെ അടിസ്ഥാനം. ദ്യോതകം എന്ത് പ്രവൃത്തിയാണ് ദ്യോതകം ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ദ്യോതകത്തെ വിഭജിക്കും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് ഗതി എന്ന് പറയും. ഗതി അതാണ് ആദ്യത്തെ ദ്യോതക ശബ്ദം. അത് വ്യാപാരം അനുസരിച്ച പ്രവൃത്തി, അത് അർത്ഥത്തെ പരിഷ്കരിക്കുകയാണോ, പരിഷ്കരിച്ച് കൂട്ടിച്ചേർക്കുകയാണോ, അതോ അല്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുകയാണോ, അല്ലാതെ അർത്ഥം വെളിപ്പെടുത്തുകയാണോ, ഇതൊക്കെയാണ് ദ്യോതകത്തിന്റെ ധർമ്മം. ആ ധർമ്മം അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലേതാണ് ദ്യോതകം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ദ്യോതകങ്ങളെ നമുക്ക് നാലായിട്ട് നമ്മൾ തിരിക്കും. ആദ്യത്തത് ഏതാണെന്ന് ചോദിച്ചാൽ വിഭക്തിയുടെ പ്രത്യയം ചേർക്കുന്നത്. നമ്മൾ ഈ വിഭക്തി പ്രത്യയമുണ്ട്. വിഭക്തി എന്ന് പറഞ്ഞാൽ നാമത്തിന് മറ്റു പദങ്ങളോട് ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി നമ്മൾ പറയുക. അങ്ങനെയുള്ള വിഭക്തിയുടെ പ്രത്യയം നമ്മൾ ഒരു നാമത്തോട് ചേർക്കുന്നത് മറ്റ് നാമങ്ങളോടോ ക്രിയയോടോ ഒക്കെ ആ നാമത്തിനുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് വിഭക്തി ചേർക്കുക. അപ്പൊ ആ വിഭക്തി ചേർത്തിട്ട് ഓഫ് ചെയ്യും. സാർ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയോ? ഞാൻ ലാസ്റ്റ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. വിഭക്തിയുടെ പ്രത്യയം ചേർക്കുന്നത് നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ. വിഭക്തി എന്ന് പറഞ്ഞാൽ നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയങ്ങൾ, അതാണ് ഈ വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തി നമ്മൾ വേറെ പഠിക്കും. ലിംഗം, വചനം, വിഭക്തിയൊക്കെ നമ്മൾ ഇതിനോട് തുടർന്ന് നമ്മൾ പഠിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അത് വിഭക്തി നമുക്ക് മുമ്പ് കൂട്ടിയെടുക്കാൻ പറ്റാതുകൊണ്ട് ഒരു ക്രമത്തിന് നമ്മളിപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനിടയിൽ വിഭക്തി. എന്നാലും ഞാൻ ആ വിഭക്തി എന്താണെന്നൊന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓട്, ക്ക്, ന് എന്നൊക്കെ പറഞ്ഞ് പ്രത്യയങ്ങൾ വരുന്നത്.
ഏ ഓട് ന് കൊണ്ട് ആൽ ഇന്റെ ഉടെ ഇൽ എന്നൊക്കെ പറയുന്ന പ്രത്യയങ്ങൾ, അതാണ് വിഭക്തി പ്രത്യയം. ഈ പ്രത്യയം ഒരു നാമത്തോടെ നമ്മൾ ചേർക്കുന്ന എന്തിനാ? മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കാനാണ്. അപ്പൊ അങ്ങനെ മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ചേർക്കുന്ന വിഭക്തി, അത് ചേർത്തിട്ടും നമുക്ക് അർത്ഥം വ്യക്തമാകാത്ത അല്ലെ അർത്ഥം പൂർത്തിയാകാത്ത സന്ദർഭത്തിൽ അതിന്റെ അർത്ഥത്തെ പരിഷ്കരിക്കാനായി വിഭക്തിക്ക് മേൽ ചില ദ്യോതക ശബ്ദങ്ങൾ ചേർക്കാറുണ്ട്. വിഭക്തിയെ പരിഷ്കരിക്കുന്ന ഇത്തരം ദ്യോതക ശബ്ദങ്ങളെയാണ് നമ്മൾ ഗതി എന്ന്. നമ്മള് ഫോണൊന്ന് ഓഫ് ചെയ്യൂ. ബിന്ദു ടീച്ചറാ, ഫോൺ ഓഫ് ചെയ്യൂ. അപ്പൊ നമ്മൾ വിഭക്തിയുടെ പ്രത്യയം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ പ്രത്യയം ചേർത്തിട്ടും ചില സന്ദർഭങ്ങളിൽ മറ്റു പദങ്ങളോടുള്ള ബന്ധം പൂർത്തിയാകില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിഭക്തിക്ക് മേൽ ചില ദ്യോതക ശബ്ദങ്ങൾ ചേർക്കും. അത്തരം ദ്യോതക ശബ്ദങ്ങളെയാണ് നമ്മൾ ഗതി എന്ന് പറയും. വിഭക്തിയെ പരിഷ്കരിക്കുന്ന ദ്യോതകം, അതാണ് ഗതി. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യമാണ്. അപ്പൊ ഞാനിവിടെ കൊടുത്തേക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉപ്പ്, കർപ്പൂരം, ഇത് രണ്ടും നിർദ്ദേശിക വിഭക്തിയാണ്. നിർദ്ദേശിക വിഭക്തി പ്രത്യയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കർപ്പൂരം. പക്ഷെ ഈ ഉപ്പ് കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല. പക്ഷെ നമ്മളത് പറയുമ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുവെച്ചാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല. ഉപ്പ് തൊട്ട്, ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് ചേരാത്ത ഒന്നുമില്ലല്ലോ, രാവിലെ മുതൽ നമുക്ക് ഉപയോഗമുള്ള സാധനം. അതുപോലെ കർപ്പൂരം വരെ സന്ധ്യാസമയത്ത് ആരാധനയ്ക്കായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് കർപ്പൂരം. ഇത് വെച്ചിട്ടാണ് ഈ ഇത് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയും കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, തൊട്ടതിനൊക്കെ വില കൂടി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പും കർപ്പൂരവും തൊട്ടു വരെ ഉണ്ടോ, തൊട്ട് വരെ. അപ്പൊ ആ രണ്ട് ഗതികൾ ഉണ്ടോ, ഒരു ഗതി പോരാ, അവിടെ രണ്ട് ഗതിയാണ് ചേർന്നത്. തൊട്ട് വരെ ചേരുമ്പോഴാണ് ഉപ്പും കർപ്പൂരവും കൂടെ ഒരു വാക്യമായിട്ട് മാറും. കൃത്യമായ അർത്ഥം അതിന് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും എന്നുള്ള അർത്ഥം അവിടെ കിട്ടുന്നത് ഈ തൊട്ട് വരെ ഉണ്ടോ. ഇത് അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഇനി 2 മുതൽ 4 വരെ ഒരു കൃത്യത വരുത്തുന്നതാണ് ആ വാക്യത്തിന്. 2, 4 എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കൃത്യത വരും 2 മുതൽ 4 വരെ ഉണ്ടോ. മുതലും വരെയും 2 ഗതി. ഇനി അവളെ കുറിച്ചു പാടി, അവനെ കുറിച്ച് പറഞ്ഞു, മകളെ കുറിച്ച് ചിന്തിച്ചു ഉണ്ടോ. ഇവിടെയൊക്കെ കുറിച്ച് ഗതിയാണ്, ഗതി ശബ്ദമാണ് ഉണ്ടോ. ആ കുറിച്ച് ചേർത്തില്ലെങ്കിൽ നിങ്ങൾ നോക്ക്, അവളെ പാടി എന്നേ വരും, അർത്ഥമില്ല. അവളെ പാടി, അവനെ പറഞ്ഞു കേട്ടോ, കൃത്യമായ അർത്ഥം കിട്ടാതെ വരും. അപ്പൊ അത് കിട്ടുന്നത് ആ അവളെ കണ്ടോ, പ്രതിഗ്രാഹികളുടെ പ്രത്യയമായ ഏ ചേർന്ന രൂപമാണ്. അവളെ, അവനെ കേട്ടോ, മകളെ എന്നൊക്കെ പറയും. അവിടെ കണ്ടോ കുറിച്ച് ആണ്. ഇനി മകനെ, നിനക്ക് വേണ്ടി. മകനെ വേണ്ടി അർത്ഥമുണ്ടോ? ഇല്ല. നിനക്ക് ഉണ്ടോ, അവിടെ ഉദ്ദേശികയുടെ പ്രത്യയമാണ് ക്ക്. അതിൻ്റെ കൂടെ എന്താ? വേണ്ടി ഉണ്ടോ. അപ്പൊ കൃത്യമായ അർത്ഥം കിട്ടും. അർത്ഥം പരിഷ്കരിക്കുക. അമ്മയോടൊപ്പം പോയി ഉണ്ടോ, ഒപ്പം. അവിടെ ആ ഒപ്പം എന്നുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, തൊട്ട് വരെ, മുതൽ വരെ, കുറിച്ച്, വേണ്ടി. ഇനി അമ്മയോടൊപ്പം പോയി, അമ്മയോടൊപ്പം പോയി, ഒപ്പം ഉണ്ടോ. ആ ഒപ്പം ഇല്ലെങ്കിലോ അമ്മയോട് പോയി എന്ന് അർത്ഥം പൂർണ്ണമാകില്ല. അമ്മയോടൊപ്പം പോയി. ഇനി ഉണ്ണിയുടെ
കൂടെ പോയി. കൂടെ. ഉണ്ണിയുടെ പോയി എന്ന് പറഞ്ഞ് അർത്ഥവും പോകും, ദുരർത്ഥം വരികയും ചെയ്യും. ഉണ്ണിയുടെ കൂടെ പോയി. കണ്ടോ, കൂടെ ചേർന്നില്ലെങ്കിൽ അർത്ഥമേ ഇല്ല, ദുരർത്ഥം കൂടെ. മരത്തിൽ നിന്ന് വീണു. നിന്ന്. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഉണ്ട്. ഞാനും വരട്ടെയോ നിന്റെ അർത്ഥമില്ല, നിന്റെ കൂടെ അർത്ഥമായി. മുകളിൽ നിന്ന് നോക്കി. അവിടെ അർത്ഥം പരിഷ്കരിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് നോക്കി. ആ നിന്നൊന്ന് മാറ്റിയേ. മുകളിൽ നോക്കി എന്നാ, അങ്ങോട്ട് നോക്കിയതേ. ഇവിടെ അതല്ല, മുകളിൽ നിന്ന് താഴേക്കോ മുകളിൽ നിന്ന് മുകളിലേക്കോ നോക്കി എന്നുള്ള വലിയൊരർത്ഥം കിട്ടും. നിന്ന് എന്നുള്ള ഗതി ചേർത്ത്. അപ്പൊ ഇവിടെ നമ്മൾ അടിവരയിട്ട കുറച്ച് പദങ്ങളുണ്ട്. അവയാണ്, അല്ലെങ്കിൽ ആ ശബ്ദങ്ങളെയാണ് നമ്മൾ ഗതി എന്നുള്ളത്. ഈ ഗതി ശബ്ദം വിഭക്തി ചേർന്ന പദങ്ങൾക്ക് മുകളിൽ അതിന് ശേഷം ചേർക്കുമ്പോഴാണ് അതിനെ നമ്മൾ ആ വാക്യത്തിന്റെ അർത്ഥം പരിഷ്കരിച്ച് ആ വാക്യത്തിന് കൃത്യമായ അർത്ഥം കിട്ടും. ഇതിന് നമ്മൾ പറയുന്നത് ഗതി ചേർന്ന വിഭക്ത്യന്ത പദം. വിഭക്തി ഒടുവിലുള്ള പദത്തോട് ഒരു ഗതി ശബ്ദം ചേരുമ്പോൾ അതിനെ നമ്മൾ മിശ്ര വിഭക്തി എന്നാ പറയും. ഗതി ചേർന്ന വിഭക്ത്യന്ത പദം എന്ന് വെച്ചാൽ വിഭക്തിയുടെ ഒടുവില് വിഭക്തിയുടെ നാമത്തിന്റെ ഒടുവില് വിഭക്തിയുടെ പ്രത്യയം ചേരും. നാമത്തിന്റെ അന്തത്തിൽ വിഭക്തിയുടെ പ്രത്യയം ചേരും. അതിന് മേൽ ഗതി ചേർന്ന് വരുമ്പോഴാണ് ആ പദത്തെയാണ് നമ്മൾ ഗതി ചേർന്ന വിഭക്ത്യന്ത പദം, മിശ്ര വിഭക്തി എന്നാണ് ഇതിന് പറയുന്നത്. മിശ്ര വിഭക്തി LP UPക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കേട്ടറ്റിന് കാറ്റഗറി 3 മലയാളത്തിലൊക്കെ സ്ഥിരം ചോദിക്കും ഈ ചോദ്യം. അപ്പൊ അതാണ് അടിവരയിട്ട ശബ്ദങ്ങൾ ഒക്കെ നമുക്ക് ഗതി ശബ്ദം. ഈ ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിലെ പ്രിപ്പൊസിഷൻ ആണ് ഈ ഗതി. പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൊസിഷന് മുമ്പുള്ളതാണ്. നാമത്തിന്റെ സ്ഥാനത്തിന് തൊട്ട് മുമ്പിരിക്കും. ഇൻ ദി ടേബിൾ, ഓൺ ദി ടേബിൾ എന്നൊക്കെ പറയുമല്ലേ. അറ്റ് ദി ബോട്ടം ഓഫ് ദി റിവർ എന്നൊക്കെ പറയുന്ന നമുക്ക് അത്തരത്തിലുള്ള അതാണ്. ഓഫ്, ഇൻ, ഓൺ എന്നൊക്കെ പറയുമല്ലേ. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? പ്രിപ്പൊസിഷൻ. ഈ പ്രിപ്പൊസിഷൻ എവിടെ? നാമത്തിന് തൊട്ട് മുമ്പിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്രീ പൊസിഷൻ, പൊസിഷന്റെ കാര്യത്തിൽ നാമത്തിന് മുമ്പാ പ്രീ പൊസിഷൻ. അവരെ സായിപ്പ് അങ്ങനെ കൃത്യമായിട്ട് പേര് കൊടുത്തേക്കുന്നത്. നമുക്ക് ഗതി എന്നാണ് അതിന് പറയുക. പ്രിപ്പൊസിഷൻ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഗതി വരുന്നത് നാമത്തിന് ശേഷം, വിഭക്തി ഉണ്ട് അതിനു ശേഷം ആയിരിക്കും നമുക്ക് ഗതി ശബ്ദം വരുന്നത്. നമുക്ക് അടുത്ത ശബ്ദത്തിലേക്ക് പോകാം. അടുത്ത ശബ്ദം ഏതാ? ഘടകം എന്ന് പറയും. ഘടകം. ഘടകത്തിന് വേറൊരു പണിയില്ല, അതായത് കൂട്ടിച്ചേർക്കല. കേട്ടോ, ബ്രോക്കർ പണിയാണ്. അതാണ് ഘടകം. കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യും? പദങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കും, അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രാമനും കൃഷ്ണനും മധുരയ്ക്ക് പോയി, ആമയും മുയലും ഓടി. ഉണ്ടോ? ഇവിടെ അതാണ് ഘടക ശബ്ദം. ഇനി അവനോ അവളോ പോകും. ആരെങ്കിലും ഒരാൾ പോകും, മറ്റത് രണ്ടുപേരും പോകും. ഇവിടെ ഒരാൾ, അവനോ അവളോ. അപ്പൊ അവിടുത്തെ ശബ്ദം ഏതാ? ഓ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പൊ ഒരു ചെറിയ സംശയം വന്നിട്ടുണ്ട്. നിപാതം, അവ്യയം, അവിടെ നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചത്? അത് വേറൊരു വിഭജന. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിയുള്ള വിഭജന. ഇവിടെ ഈ ഉമ്മും ഓയും ഒക്കെ എന്ത് പ്രവൃത്തിയാ ചെയ്യുന്നതെന്ന് നോക്കും. ഇവിടെ എന്ത് പ്രവൃത്തിയാ ചെയ്യുന്നത്? വാക്യങ്ങളെയോ പദങ്ങളെയോ കൂട്ടി യോജിപ്പിക്കുന്ന പണിയാണ് ഇവിടെ ആ ശബ്ദം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദത്തെ
ആ ശബ്ദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ട് ഘടകം എന്നുള്ള പേര് അതിന് കൊടുത്തത്. അപ്പൊ ഇത് രണ്ട് തരം വിഭജനം. ഒന്ന് ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം, രണ്ടാമത്തെ ഈ വിഭജനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ വ്യാപാരത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം. അപ്പൊ ഇവിടെ രാമനും കൃഷ്ണനും മധുരയ്ക്ക് പോയി ഉണ്ടോ. അവിടെ ചെയ്യുന്ന പണി എന്താ? കൂട്ടിച്ചേർക്കുന്നു അവയെ തമ്മിൽ. ആ രാമൻ കൃഷ്ണൻ എന്നീ ശബ്ദങ്ങളെ തമ്മിൽ നാമശബ്ദങ്ങളെ കൂട്ടിച്ചേർത്തേക്കുക. ആമയും മുയലും പോകും. ഇനി അവനോ അവളോ പോകും. ആമയോ മുയലോ ജയിച്ചത് ഉണ്ടോ. അപ്പൊ അവിടെ ഓ എന്നുള്ളത്, ആ ഓ എന്ന് പറയുന്നത് അവയെ തമ്മിൽ ആരെങ്കിലും ഒരാളെന്നുള്ള രീതിയിൽ വേർപെടുത്തി കാണിക്കുക. അതുകൊണ്ടാണ് ഓ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സമുച്ചയ നിപാതം എന്നും വികല്പ നിപാതം എന്നും പറഞ്ഞു. അതേ സാധനം ഈ ഇതിനോട് ചെയ്യുന്ന ഇതിൽ ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനമാക്കി നമ്മൾ ഘടകം എന്നാണ് ഇതിന് പേരിട്ട്. ഘടകം. ഇംഗ്ലീഷിൽ ഇതൊക്കെ സ്വതന്ത്ര ശബ്ദങ്ങളാണ് കേട്ടോ. പാർട്സ് ഓഫ് സ്പീച്ചിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ശബ്ദങ്ങളാണ് കേട്ടോ. കൺജങ്ഷൻ ആണ് ഘടകം. കൺജങ്ഷൻ, അതാണ് ഘടകം. ഇവിടെ മഴ പെയ്തു എങ്കിലും കേട്ടോ ചൂട് കുറഞ്ഞില്ല. മഴ പെയ്തു എങ്കിലും ചൂട് കുറഞ്ഞില്ല. രാവണൻ എന്ന രാക്ഷസൻ, രാധ എന്ന പെൺകുട്ടി ഉണ്ടോ, എന്ന, അതുപോലെ എങ്കിലും, ഇവയൊക്കെയാണ് ഘടകം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഘടകം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. അപ്പൊ അത് ക്ലിയർ ആയിക്കോളും. ഘടകം. ഇനി മൂന്നാമത്തത് വ്യാക്ഷേപകം. ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യത്തിലുണ്ട്. 25-ലെ ഒടുവിൽ ഒക്ടോബർ നവംബർ ആ സമയത്ത് നടന്ന എക്സാമിലെ ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ വ്യാക്ഷേപകം. നോക്കിക്കോണം, നമുക്ക് കൃത്യമായിട്ട് അറിയാം. വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ വക്താവിന്റെ, പറയുന്ന ആളിന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്ന ദ്യോതകശം കേട്ടോ. ഉള്ളിലുള്ള വികാരത്തെ പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാനും പറയുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി വെളിപ്പെടുത്താനും ഒരു വ്യാക്ഷേപക ശബ്ദം കൊണ്ട് നമുക്ക് കഴിയും. വക്താവിന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്ന ദ്യോതകശം, അതാണ് വ്യാക്ഷേപകം. പറയുന്ന ആളിന്റെ ഉള്ളിലെ വികാരം കേട്ടോ, അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുക, പ്രകടിപ്പിക്കുക, നമ്മളെ സഹായിക്കാൻ, അതിൻ്റെ അർത്ഥം പൂർണ്ണമായി വെളിപ്പെടുത്തും. വ്യാക്ഷേപക ശബ്ദങ്ങൾ കൊണ്ട് കഴിയും. വ്യാക്ഷേപക ശബ്ദത്തിന് ഉദാഹരണം ഇപ്പം നമ്മൾ ആശ്ചര്യമുണ്ട്, അത്ഭുതമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, പരിഹാസമുണ്ട്. ഈ വികാരങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഈ വ്യാക്ഷേപക ശബ്ദം കൊണ്ട് കഴിയും. ഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണിക്കുക? ഹാ എന്ന് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആശ്ചര്യത്തെയും കാണിക്കും, സങ്കടത്തെയും കാണിക്കും. അത് ആ ടോൺ പോലെ. ഇനി ഹീ എന്ന് പറഞ്ഞ പരിഹാസ, ഹൂ എന്ന് പറഞ്ഞ അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വികാരം ആണ് ഹൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല മൂള്, സംശയത്തെ കാണിക്കാൻ. അതുപോലെ അയ്യോ ഉണ്ടോ, പേടി, ഭയത്തെ കാണിക്കും. കഷ്ടം, സങ്കടത്തെ കാണിക്കും. ശിവ അത്ഭുതത്തെ കാണിക്കും. ഊവ് ഉണ്ടോ, ചുരുക്കി പറയും. നമ്മൾ എന്തിനേലും മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ ആ മറുപടി മൊത്തമായിട്ട് ഇങ്ങോട്ട് പറയാതെ ഊവ്, നീ ഇന്നലെ രാത്രി പുസ്തകം വായിച്ചോ എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ഊവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി പുസ്തകം വായിച്ചു എന്നുള്ള അർത്ഥം അതിനകത്ത് പൂർണ്ണമായിട്ട് കിട്ടും. അതാണ് ഈ പറഞ്ഞത് ഊവ്. അതുപോലെ ബത എന്ന് പറയുന്നത് സങ്കടത്തെ കാണിക്കുന്ന കേട്ടോ ഒരു വ്യാക്ഷേപക ശബ്ദമാണ് ബത. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു വെക്കുക. താഴെ പറയുന്നതിൽ വ്യാക്ഷേപകമില്ലാത്ത വാക്യം ഏതാണ് എന്ന് 25-ലെ ചോദ്യം. താഴെ പറയുന്നതിൽ വ്യാക്ഷേപക
ശബ്ദം ഇല്ലാത്ത വാക്യം ഏത്? അതിനന്ന് വന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അതെ, അത് ഞാൻ ചെയ്തത് തന്നെ. അതെ എന്നുള്ളത് വ്യാക്ഷേപക ശബ്ദമല്ല, മറ്റതിലെല്ലാം ഉണ്ട് കേട്ടോ. ഹ, ഹി, ഹു, അയ്യോ, കഷ്ടം, ശിവ, ശിവ, ഉവ്, ബദ, ഈ ശബ്ദങ്ങളൊന്ന് പരിചയപ്പെട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് വ്യാക്ഷേപക ശബ്ദം ഇല്ലാത്തത് കണ്ടുപിടിക്കാനായാലും വ്യാക്ഷേപക ശബ്ദം ഉള്ളത് കണ്ടുപിടിക്കാനായാലും, അല്ലെങ്കിൽ അതിനകത്ത് നമ്മള് പിന്നെ വ്യാക്ഷേപക ശബ്ദം ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ഒരു ഹായോ ഹിയോ ഒക്കെ വെച്ചിട്ട് ഈ ഇതിൽ പ്രയോഗിച്ചിട്ടുള്ള ചിഹ്നം ഏതാണ് എന്നൊരു ചോദ്യം വരും. വ്യാക്ഷേപക ശബ്ദങ്ങളുടെ കൂടെ ഒക്കെ ഒരു വര, അടിയിലൊരു കുത്ത്, അതാണ് വരയ്ക്ക് അടി കുത്ത് ആണ് അവിടെ നമ്മൾ അതുകൊണ്ട് അതിന്റെ ചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺജങ്ഷനാണ്. വ്യാക്ഷേപകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ കൺജങ്ഷനാണ്. അപ്പൊ അതാണ് ക്ലിയർ അല്ലേ? അത് ഗതി, ഘടകം, വ്യാക്ഷേപകം. ഇനി ഇത് മൂന്നിനും ഇല്ലാത്തതാണ് കേവല ദ്യോതകം എന്ന്. ഈശ്വരൻ തന്നെ ശരണം ഉണ്ടോ? ഈശ്വരൻ ശരണമായിട്ട്, ഇവിടെ ശരണമായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല എന്ന അർത്ഥം കാണിക്കുന്ന ശബ്ദമാണ് ഈ തന്നെ. അതുകൊണ്ട് അത് കേവല ദ്യോതകമാണ് തന്നെ. ഈശ്വരൻ തന്നെ ശരണം കേട്ടോ. അന്യവ്യവച്ഛേദാർത്ഥം കാണിക്കുന്നുണ്ട്. ഇനി രാമൻ വന്നുവോ, ഊണ് കഴിച്ചുവോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതിലെ ഓ എന്നുള്ളത് ചോദ്യ നിപാതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചോദ്യ നിപാതം കാരണം നമ്മൾ നേരത്തെ ഓ കണ്ടു, അത് വികല്പ നിപാതം നമ്മൾ കണ്ടു. ഇവിടെ ചോദ്യ നിപാതമായിട്ട് വരുന്നതാണ് ഓ. നമ്മൾ ഈ വന്നുവോ, കഴിച്ചുവോ, ചെയ്തോ, പോയോ, കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഓ, അതാണ് കേവല ദ്യോതകം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് ഞാൻ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വരും. അപ്പം ദ്യോതകം നമ്മളിപ്പോ 2 ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്ന ഭേദകം. ഭേദകത്തെ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കി 2ആയിട്ട് തിരിക്കും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇതിങ്ങനെ നിങ്ങൾക്ക് അതുമായിട്ടൊരു കണക്ഷൻ കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നീട് അതായത് 2 ശബ്ദത്തെ വാചകം, ദ്യോതകം എന്ന് 2ആയിട്ട് തിരിച്ചു. വാചകത്തിന്റെ വിഭാഗങ്ങളെല്ലാം നാമം, ക്രിയ, ഭേദകം, അവയുടെ ഉപവിഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ പണ്ട് നമ്മൾ ഈ BEdനും TTCക്കൊക്കെ ചെയ്യുന്നതൊക്കെ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഒരു ചാർട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൃത്യമായിട്ട് നമ്മൾ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈ വ്യാകരണമൊക്കെ അവർക്ക് മനസ്സിലാകും. വ്യാകരണം പഠിപ്പിക്കേണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പഠിപ്പിക്കുന്നതിന് വഴികളും ഉണ്ട്. ഇന്നിപ്പം പല രീതിയിൽ ഈ വ്യാകരണം കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മുടെ പുസ്തകത്തിനകത്തൊക്കെ പല പല രീതികളിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. കൂടുതലും ഈ വ്യാകരണം പഠിപ്പിക്കുക അവൾ എടുക്കുന്നത് കളി രീതി, ക്രീഡാ രീതിയൊക്കെ എടുത്താൽ മതി. കൂടുതൽ അത് കുട്ടികൾക്ക് മനസ്സിലേക്ക് കിടക്കും. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തത് അതുകൊണ്ടാണ്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അത് നമ്മളെ നോട്ട്സിനകത്ത് വരും. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത 3ാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലിംഗഭേദം. ലിംഗം കേട്ടോ. ജെൻഡർ ഇംഗ്ലീഷിലെ ജെൻഡർ ഉണ്ട്. ഫെമിനൈനും മെയിലും ഒക്കെ വരുന്നത് അതാണ് ലിംഗഭേദം. ലിംഗഭേദം എന്ന് പറയുമ്പോൾ ലിംഗ വ്യത്യാസം, ലിംഗത്തിലുള്ള വ്യത്യാസം. നാമപദം സൂചിപ്പിക്കുന്ന ശബ്ദം. നാമപദം സൂചിപ്പിക്കുന്ന ശബ്ദം.
വാ വാ മിഠായി തരാം വാ വാ ഇപ്പൊ വേണ്ട ഏ അത് ഓഫ് നിഷ ചെയ്യും. ടീച്ചറെ ലിംഗം പോവാ ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ? ലിംഗം എന്ന് പറഞ്ഞാല് നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുക്കളോ വ്യക്തികളോ. വണ്ടി കൊണ്ടുവാ പുതിയ വണ്ടിയല്ലേ അതോ നിങ്ങളെ മൈക്ക് ശേഷിയുണ്ടോ ഓഫ് ചെയ്യൂ. എന്തിനാ മുടിന്റെ പേരൊക്കെ പറിച്ചു കളഞ്ഞത് നിഷ ടീച്ചർ നോക്കിയോ ടീച്ചറേ ഓഫ് ചെയ്യൂ വെറുപ്പിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ഇത് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യുക. അത് ഓൺ ചെയ്യാനുള്ള സമയം ഞാൻ തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ അരോചകമായിട്ട് നമുക്ക് തോന്നും. ക്ലാസ്സിനും ദോഷമാണ്. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ ആരും കേൾക്കില്ല. ഈ നിഷ ടീച്ചർ ഏതാ? നിഷ ടീച്ചർ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യൂ. അഡ്മിന് അവരെ മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊരു കഷ്ടത്. ഈ അഡ്മിനെ റിമൂവ് ചെയ്യാൻ കഴിയും. വിരാമാഷല്ലേ, വിരാമാഷെ അവരെ റിമൂവ് ചെയ്താൽ മതി. ശരി, തുടങ്ങട്ടോ. പൊട്ടിക്കാന മെല്ലെ പൊട്ടിക്കാന ഇത് നോക്ക് അതുപോലെ പൊട്ടി അവരെ റിമൂവ് ചെയ്യൂ. നമുക്ക് തുടരാം അല്ലേ? സാറ് നമുക്ക് തുടരാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ദയവായിട്ട് നിങ്ങൾ ഇതിനിടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക. അതായത് ക്ലാസ്സിൽ താല്പര്യം ചിലർ ഇതൊക്കെ ഞാനതുകൊണ്ട് ഈ നമ്പർ പോലും ഇതിനകത്ത് നോക്കത്തില്ല. എത്ര പേരുണ്ടെന്ന് പോലും ഞാൻ നോക്കത്തില്ല. കാരണം ആ രീതിയിലാണ് ഞാൻ സ്ക്രീൻ ചെയ്തേക്ക്. നമുക്കതിൻ്റെ ഇതില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട, താല്പര്യമില്ല ഈ പ്രത്യേകിച്ച് ഗ്രാമറാണ്. അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ നിമിഷം കൊണ്ട് ഇത് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നിങ്ങൾ ഇനി ഏത് പുസ്തകത്തിൽ നിന്നോ ഏത് എവിടെയോ പോയി നിങ്ങൾ പഠിച്ചാൽ തന്നെയും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടത്തില്ല. ഞാനിത് ഓരോന്നും എടുക്കുമ്പോൾ കൃത്യമായിട്ട് പഴയ ചോദ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ട് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓൺ ചെയ്യരുത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോയിട്ട് ചെയ്തോളൂ. ലെഫ്റ്റ് അയക്കും, അതിന് കുഴപ്പമില്ല. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് കയറാം. അപ്പം ലെഫ്റ്റായിട്ട് പോവുക കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കുറിച്ച് വെക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കൃത്യമായിട്ട്. എന്നിട്ട് ഞാൻ മൈക്ക് ഓഫ് ചെയ്യും. അപ്പൊ ശരി, നമുക്ക് തുടരാം. ലിംഗഭേദം എന്ന് പറഞ്ഞാൽ ലിംഗവ്യത്യാസം. അതായത് ഇവിടെ ഇപ്പൊ ആൺ പെൺ വിഭാഗത്തിലാണ് വ്യക്തികൾ പെടുക. പിന്നെ നപുംസകം കേട്ടോ. നപുംസകം എന്ന് പറഞ്ഞാൽ ആണിലും പെണ്ണിലും പെടാത്തതൊക്കെയാണ് നപുംസകം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മൂന്ന് വിഭാഗത്തിലാണിത് വരുന്നത്. ഇനി ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. അലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം എന്ന പേരിലും ഒരു ലിംഗമുണ്ട്. അപ്പൊ അതും കൂടി നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗ സമത്വമാണ്. അതായത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ
ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന ശബ്ദം. അപ്പൊ ആണിനെ മാത്രം പറയുന്നതുണ്ട്, അത് പുല്ലിംഗം. പെണ്ണിനെ മാത്രം പറയുന്നതുകൊണ്ട് അത് സ്ത്രീലിംഗം. ഇനി ഇത് രണ്ടിലും പെടാത്തതുണ്ട് നപുംസകലിംഗം. രണ്ടിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതുണ്ട്, അത് അലിംഗം, അല്ലെങ്കിൽ സാമാന്യലിംഗം, അല്ലെങ്കിൽ ഉഭയലിംഗം. ഇതാണ് ലിംഗം. എന്നുവെച്ചാൽ ലിംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവോ വ്യക്തിയോ, നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവോ വ്യക്തിയോ, ആൺ പെൺ നപുംസക വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കാണിക്കുന്നത് ലിംഗം. നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവോ വ്യക്തിയോ ആൺ പെൺ നപുംസക വിഭാഗങ്ങളിൽ ഏതിൽ പെടുന്നു എന്ന് കാണിക്കുന്നത് ലിംഗം. ചിലപ്പോൾ ചില വ്യക്തികൾ ആണായിരിക്കും. ആണാണെങ്കിൽ അതിനെ നമ്മൾ പുല്ലിംഗം എന്ന് പറയും. ഇനി പെണ്ണാണെങ്കിൽ നമ്മൾ അതിനെ സ്ത്രീലിംഗം എന്ന് പറയും. ഇനി നപുംസകം എന്ന് പറയുന്ന, നപുംസകം എന്ന് പറഞ്ഞാൽ ആണിലും പെണ്ണിലും പെടാത്തതാണ്, രണ്ടിലും പെടാത്ത ശബ്ദങ്ങളുണ്ട്. അവയെയാണ് നപുംസകം എന്ന് പറയുന്നത് കേട്ടോ. നപുംസക വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കാണിക്കുന്നതാണ് ലിംഗം. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, രണ്ടിലും പെടാത്ത. അപ്പൊ നമ്മള് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അത്തരത്തിൽ പെടുന്ന. പക്ഷെ അതിന് ഈ വാക്ക് ഉപയോഗിക്കരുത്, അത് അപകടം ഉണ്ടാക്കും കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞത് വസ്തുക്കളെ കാണിക്കാനാണ്. ഇത് നമ്മള് ഇതിലൊന്നും നമുക്ക് ആൺ പെൺ നപുംസക വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കാണിക്കുന്നത് ലിംഗം. ലിംഗം 3 വിധത്തിലാണുള്ളത്: പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ഇതാണ് 3 വിധത്തിലുള്ള ലിംഗം. ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പുല്ലിംഗത്തെ എടുക്കാം. എന്താണ് പുല്ലിംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൺ വിഭാഗത്തിൽ പെടുന്നവയെല്ലാം പുല്ലിംഗത്തിൽ പെടും. ആൺ വിഭാഗം. ഈ പുല്ലിംഗ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? അൻ എന്നുള്ള പ്രത്യയം ചേർത്തിട്ടോ ആൺ എന്നുള്ള ശബ്ദം ചേർത്തിട്ടോ. ആൺ എന്നുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത പുല്ലിംഗവാചിയായിട്ടുള്ള ശബ്ദമാണ് ആൺ. ഒരു പദത്തോട് നമ്മൾ ആൺ എന്നുള്ള ശബ്ദം ചേർത്താലും പുല്ലിംഗം ഉണ്ടാക്കാം. ഇനി അതിന്റെ പ്രത്യയം സാധാരണയായിട്ട് അൻ ആണ് കേട്ടോ. അവൻ, ഇവൻ, മകൻ, രാമൻ, കൃഷ്ണൻ, ആൺകുട്ടി, ആൺമക്കൾ, ആൺപക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ പുല്ലിംഗത്തിൽ വരുന്നതാണ്. എല്ലാം ആണിനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ഇവയെല്ലാം നമുക്ക് പുല്ലിംഗം ആണോ, പുല്ലിംഗത്തിൽ വരുന്ന ശബ്ദങ്ങളാണ്. ഇനി മലയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മലയാള ഭാഷയുടെ ഒരു വലിയ സവിശേഷതയാണ് നമ്മുടെ ലിംഗവ്യവസ്ഥ എന്ന് പറയുന്നത് അർത്ഥത്തെ ആശ്രയിച്ച്. ഒരു ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ നമ്മളൊന്ന് അതിൻ്റെ അർത്ഥം എടുത്ത് ഒന്ന് ആലോചിക്കും. അപ്പൊ നമുക്കത് ആൺവിഭാഗത്തിലാണോ പെൺവിഭാഗത്തിലാണോ അതോ രണ്ടിൽ പെടാത്തതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ലിംഗം മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ചേർക്കണ്ട. ഇപ്പൊ രവി, ശശി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ലിംഗപ്രത്യയം ഇല്ലല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗ വിഭാഗത്തിൽ പെടുന്ന ശബ്ദങ്ങളാണെന്ന് നമുക്ക് ഉറപ്പാണ്. അവിടെയൊന്നും നമുക്ക് ശശിൻ എന്നോ അല്ലെങ്കിൽ രവിയൻ എന്നോ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അവിടെ അൻ എന്നുള്ള പ്രത്യയമേ ചേർക്കണ്ട. ഇനി ആണെന്നുള്ള ശബ്ദവും അതിൻ്റെ കൂടെ ചേർക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് ലിംഗം മനസ്സിലായാൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണ്ട? അൻ എന്നുള്ള ശബ്ദം ചേർക്കണ്ട കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ രാമൻ, കൃഷ്ണൻ എന്നൊക്കെ പ്രയോഗിക്കും.
അപ്പൊ അതിന്റെ കൂടെ അത് അന്നുണ്ടല്ലോ. രാമഹ, കൃഷ്ണഹ, ഇത് സംസ്കൃത ശബ്ദങ്ങളാണ്. സംസ്കൃത ശബ്ദങ്ങൾ നമ്മൾ മലയാളത്തിലേക്ക് എടുത്തപ്പോൾ നമ്മുടെ പുല്ലിംഗ പ്രത്യയം ചേർത്തിട്ട് നമ്മുടെ പുല്ലിംഗ രൂപമാക്കി അതിനെ മാറ്റിയത് കൊണ്ടാണ് നമ്മൾ രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, പത്മനാഭൻ എന്നൊക്കെ ഇങ്ങനെ അൻ ചേർത്ത് നമ്മൾ ഉപയോഗിച്ചത്. സംസ്കൃത ശബ്ദങ്ങൾ എടുത്ത് മലയാളീകരിച്ചപ്പോഴാണ് നമ്മൾ അതിൻ്റെ കൂടെ അൻ ചേർത്ത്. അല്ലാതെ അത് ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ ചേർത്തതല്ല. അത് സംസ്കൃത ശബ്ദങ്ങൾ മലയാളീകരിച്ചതാണ് അവിടെ അൻ എന്നുള്ള ശബ്ദം ചേർത്ത്. അപ്പൊ അവൻ, ഇവൻ, മകൻ, രാമൻ, കൃഷ്ണൻ, ആൺകുട്ടി എന്ന് വെച്ചാൽ ലിംഗം വ്യക്തമാണെങ്കിൽ പ്രത്യയം വേണ്ട. ലിംഗം വ്യക്തമാണെങ്കിൽ പ്രത്യയം വേണ്ട. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ലിംഗം വ്യക്തമാണോ എന്ന് നോക്കിയാൽ നമുക്ക് പ്രത്യയം വേണം. ഇനി നമുക്ക് അടുത്ത ലിംഗം, പുല്ലിംഗം അടുത്ത ആൺ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പുല്ലിംഗം എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇനി നമുക്ക് നോക്കാം സ്ത്രീലിംഗമാണ് അടുത്ത. സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ പെൺവിഭാഗത്തിൽ പെടുന്നവയെ സൂചിപ്പിക്കും. സ്ത്രീലിംഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. കാരണം കൂടുതലും നമ്മുടെ PSC പരീക്ഷയായാലും കേട്ടറ്റിന്റെ പരീക്ഷയായാലും ഏത് മലയാളം പരീക്ഷയായാലും കൂടുതലും ചോദ്യം വരുന്നത് സ്ത്രീലിംഗം കണ്ടെത്താനാണ് കേട്ടോ. അല്ലാതെയുള്ളത് ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പല ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് 90% ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സ്ത്രീലിംഗ രൂപം. ഇപ്പൊ കവി സ്ത്രീലിംഗ രൂപം, കവയിത്രി നമ്മൾ എഴുതും അല്ലേ, വിദ്വാൻ, വിദുഷി ഉണ്ടോ, ഇങ്ങനെ നമ്മൾ എടുക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ സ്ത്രീലിംഗ രൂപം കണ്ടെത്താനുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പൊ നമ്മൾ പുല്ലിംഗ ശബ്ദങ്ങൾ, സ്ത്രീലിംഗ ശബ്ദങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഇത് എഴുതാം. പിന്നെ PSC ടെസ്റ്റ് ആണ്. PSC ടെസ്റ്റുകളിൽ സ്ഥിരം ചോദ്യമാണ്. ഒരു ലിംഗം ചോദിച്ചിരിക്കും, ഒരു വചനം ചോദിച്ചിരിക്കും, ഒരു വിഭക്തി ചിലപ്പോൾ ചോദിച്ചിരിക്കും കേട്ടോ. അങ്ങനെയുള്ള നമ്മൾ ഈ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഈ ഇതിലൊക്കെ തൊഴിൽ വാർത്തയിൽ ഞാൻ തന്നെ എഴുതുന്നുണ്ട്. തൊഴിൽ വാർത്തയിൽ ചില ഇതില് അതിലെ മലയാളത്തിന്റെ ഇതിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പിന്നെ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇതെല്ലാം വരും കേട്ടോ. അതൊക്കെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് പുല്ലിംഗോ സ്ത്രീലിംഗോ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. കൂടുതൽ സ്ത്രീലിംഗം ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇവിടെ പെൺവിഭാഗത്തിൽ പെടുന്നവയാണ് സ്ത്രീലിംഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പെൺ എന്ന ശബ്ദം ചേർത്തും ഈ അൾ ടി ചി ആട്ടി സ്യാ കേട്ടോ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്തും സ്ത്രീലിംഗ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പെൺ എന്നുള്ള ശബ്ദം ചേർത്തിട്ട്. അപ്പൊ പെൺമക്കൾ, പെൺപക്ഷി, പെൺകുട്ടി എന്നൊക്കെ പറയും. അപ്പൊ അവിടെയൊക്കെ എന്താ നമ്മൾ പെൺ എന്നുള്ള പെൺമാൻ എന്നൊക്കെ പറയും. അതിന് വേറെ ശബ്ദമുണ്ട്, പേടമാൻ അല്ലെ മാൻപേട എന്നൊക്കെ ശബ്ദമുണ്ട്. എങ്കിലും നമുക്ക് പെൺകുയില്, ആൺകുയില് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. കോകിലം, കോകില എന്നാ അതിന്റെ പുല്ലിംഗം സ്ത്രീലിംഗം. കോകിലം അതിന്റെ സ്ത്രീലിംഗം കോകില. ഇങ്ങനെ പലരും വിളിച്ചു ചോദിക്കും. അതാ ഞാൻ പറഞ്ഞു. കുട്ടി, പെൺമക്കൾ, പെൺപക്ഷി, ഈ ജന്തുക്കളുടെയൊക്കെ സ്ത്രീലിംഗ രൂപം ഉണ്ടാക്കാൻ അതിന് സ്ഥിരമായ ശബ്ദമുള്ള ഇതുണ്ട്. സിംഹവും ഒക്കെ അങ്ങനെ. പക്ഷെ പുലി നമുക്ക് ഒരിക്കലും സ്ത്രീലിംഗവും പുല്ലിംഗവും വേറെ ഇല്ല. ആൺപുലിയും പെൺപുലിയുമേ. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പെൺ എന്നുള്ള ശബ്ദം ചേർത്ത് അതുപോലെ ഈ അൾ തി ചി ആട്ടി സ്യാർ ഇവയൊക്കെ സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങളാണ്. ഇത് ചേർത്ത് നമുക്ക് സ്ത്രീലിംഗ രൂപങ്ങൾ ഉണ്ടാക്കാം. ഇനി ഈ പറഞ്ഞ പ്രത്യയങ്ങൾ ഒന്നും ചേരാതെ തന്നെ ഇപ്പൊ ഞാൻ പറയില്ലേ കവയിത്രി, ജനയിത്രി എന്നൊക്കെയുള്ള രൂപങ്ങൾ അവിടൊക്കെ ഇതാണ്. പിന്നെ ഇതിന്റെ
സ്ത്രീലിംഗ രൂപം ഉണ്ടാക്കുന്നതിനുള്ള വഴി മറ്റ് ഇതാ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഇവിടെ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ്. ഒന്ന് ഈ ആണ്. പെണ്ണെന്നുള്ള ശബ്ദം ചേർത്ത് ഞാൻ പറഞ്ഞു. ഈ ചേർത്തിട്ട് മിടുക്കി, മാധവി, നാരായണി, പൊട്ടി, പുത്രി ഉണ്ടോ? ഇങ്ങനെ ഈ എന്ന് ചേർത്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഉണ്ടോ? അങ്ങനെ ധാരാളം ശബ്ദങ്ങൾ ഉണ്ട്. മിടുക്കി, മാധവി, നാരായണി എന്നൊക്കെ പറഞ്ഞ പൊട്ടി, പുത്രി എന്നൊക്കെ നമ്മൾ പറയും. ഈ ചേർന്ന രൂപങ്ങൾ ഉണ്ടോ? ഇനി അൾ ചേർന്ന രൂപങ്ങളാണ് അവൾ, ഇവൾ, മകൾ ഉണ്ടോ? ഒക്കെ അൾ ചേർന്ന രൂപങ്ങൾ. ഇനി ഇത്തി ചേർന്ന രൂപങ്ങളാണ് മൂപ്പത്തി, പണിക്കത്തി, ചേട്ടത്തി, അനിയത്തി, ശൂദ്രത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇത്തി ചേരുന്നത്. ഇനി ഇച്ചി എന്നുള്ള പ്രത്യയം ചേരുന്നതാണ് കൊതിച്ച്, നുണച്ചി, മടിച്ചി, പൊടിച്ചി, ചേച്ചി ഒക്കെ അതിൽ വരും. ചി എന്നുള്ള പ്രത്യയം ചേർന്ന രൂപങ്ങൾ. ഇനി ആട്ടി എന്നുള്ള ശബ്ദം ചേരുന്നുണ്ട്. ആട്ടി, അതിനകത്ത് ഉദാഹരണത്തില് വന്നിട്ടില്ല, ആട്ടി എന്ന് ചേരുന്ന രൂപങ്ങളുണ്ട്. ആട്ടി ചേരുന്നതാണ് തമ്പുരാട്ടി, മണവാട്ടി, കൊണ്ടാട്ടി, വയറ്റാട്ടി ഒക്കെ വരും. എന്നിട്ട് ആശാട്ടി, ചിലയിടത്ത് ആശാത്തി ഉണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ ആശാത്തി എന്ന് പറയും. ചിലയിടത്ത് തെക്കൻ കേരളത്തിലൊക്കെ ആശാട്ടി എന്ന് പറയും. ഇത്തി, ഇട്ടി രണ്ട് പ്രത്യേകം മാറിയെന്നേ ഉള്ളൂ. രണ്ട് സ്ത്രീലിംഗ രൂപങ്ങൾ തന്നെ. പിന്നെ സ്യാർ ചേരുന്നുണ്ട്. മാരാസ്യാർ, വാരസ്യാർ, പൊതുവാൾസ്യാർ, അങ്ങനെ അടിസ്യാർ. അടികൾ എന്നൊരു ജാതി ഉണ്ട്. അടികൾ, അതിന്റെ പരമേശ്വരൻ അടികൾ എന്നൊക്കെ പറയുന്ന അടികൾ എന്നൊരു. അപ്പൊ അടികളുടെയാണ് പിന്നെ അടികൾ എന്നുള്ള ഇത് ചേരുന്നത് ആണ് പിന്നെ അടിസ്യാർ എന്ന് പറയും. ഇപ്പം മിക്ക ജാതികളുടെയും സ്ത്രീലിംഗ രൂപങ്ങൾ PSC പരീക്ഷകളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഇളയത്, മൂത്തത് ഇങ്ങനെയൊക്കെയുള്ള ജാതികളുണ്ട് കേട്ടോ. ഇളയർമ, മനേമ, മനോമ എന്നൊക്കെ പറഞ്ഞുള്ള സ്ത്രീലിംഗ രൂപങ്ങളുണ്ട് കേട്ടോ. അതിന്റെ നെടുങ്ങാടി എന്നുള്ളതിന്റെ കോവിലമ്മ എന്നാണ് അതിന്റെ സ്ത്രീലിംഗ രൂപം. നെടുങ്ങാടി, കോവിലമ്മ കേട്ടോ. ഞാൻ പറഞ്ഞ എഴുത്തച്ഛന്റെ പിന്നെ പട്ടത്തിയാർ എന്നാണ് അതിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് പറയുന്നത്. ഇങ്ങനെ ഓരോ ജാതികളുടെയും ഇതൊക്കെ PSC ഇപ്പൊ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നപുംസകലിംഗമാണ്. മൂന്നാമത്തെ. ആൺവിഭാഗത്തിലോ പെൺവിഭാഗത്തിലോ പെടാത്തവയെല്ലാം നമുക്ക് നപുംസകലിംഗം എന്ന് പറയും. അതിനകത്ത് വരുന്നത് കൂടുതലും വസ്തുക്കളാണ് അധികവും ഇതിൽ വരുന്നത്. തു എന്നിവയാണ് ഇതിന്റെ പ്രത്യയങ്ങൾ. തു എന്നാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന ത് എന്നാണ് പറഞ്ഞു നിർത്ത്. ആത്ത്, ഈത്ത്, ഏത്ത് എന്നൊക്കെ പറയും. ആത്ത്, ഈത്ത്, ഏത്ത് എന്നൊക്കെ പറയുന്ന അതാ ഈ തു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരം, പാലം, കുടം, വൃക്ഷം കേട്ടോ, ഘടം, ബാണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നപുംസകലിംഗത്തിൽ. ആത്ത്, ഈത്ത്, ഏത്ത് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നപുംസക ലിംഗത്തിൽ വരും. അപ്പൊ അതാണ് മരം, പാലം, കുടം, വൃക്ഷം നപുംസകലിംഗം. കാരണം ഇത് ആണും പെണ്ണും അല്ലാത്തത്. ഇനി പക്ഷികളിലും നമുക്ക് ആൺപെൺ ഭേദം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവയെയും നപുംസകമായിട്ട് കരുതണം എന്ന് AR രാജരാജവർമ്മ കേരളവാണ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പുംസ്ത്രീകൾക്കും ലിംഗഭേദം വേണ്ടു, ദുർവർജ്യമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നുള്ളത്.
അല്ലെങ്കിൽ അവയെ നപുംസകമായിട്ട് പെടുത്തണമെന്നാണ്. അപ്പൊ സിംഹം എന്ന് പറയുമ്പോൾ അതിന് സ്ത്രീലിംഗ രൂപമുണ്ട്, സിംഹി എന്നുള്ള സംസ്കൃത പദം തന്നെ നമ്മൾ എടുക്കും. പക്ഷെ പുലി, കടുവ എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടും ചേർന്ന് വരുന്നത് കൊണ്ട് കൂടുതൽ നമുക്ക് അതിനെയൊക്കെ നമുക്ക് അലിംഗത്തിൽപ്പെടുത്തും. അതാണ് കുറച്ചുകൂടെ ഒരു പുതിയ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ചേർക്കാം. പോട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിന്റെ വിമർശന ഭാഗം ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ചോദ്യം ചോദിക്കുന്ന ആളുകൾ മിക്കവാറും ഒക്കെ ഇതാ പുല്ലിംഗ ശബ്ദം ഏത്, സ്ത്രീലിംഗ ശബ്ദം ഏത്, നപുംസക ലിംഗ ശബ്ദം ഏത്, ഉഭയലിംഗത്തിൽപ്പെടുന്ന ശബ്ദം ഏത്, അല്ലെങ്കിൽ അലിംഗത്തിൽപ്പെടുന്ന ശബ്ദം ഏത് എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ജന്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പുല്ലിംഗ സ്ത്രീലിംഗ ഭേദം വിവക്ഷിക്കേണ്ടാത്തിടത്ത്. ഇപ്പൊ നമ്മള് എഴുന്നള്ളത്ത്, അമ്പലത്തിലെ ആന, അപ്പൊ അവിടെ നമ്മൾ കൂടുതലും പറയും കൊമ്പനാനെ. അപ്പൊ അവിടെ ലിംഗഭേദം വേണ്ടതായതുകൊണ്ടാണ് അവിടെ. അല്ലാതെ ആന എന്ന് പറയുന്നത് നപുംസകമായിട്ട് കരുതുന്നതാണ് നല്ലതെന്നാ AR പറയുന്നത്. എന്തായാലും അപ്പൊ അതാണ് കേട്ടോ, ആണാനെയും പെണ്ണാനെയും എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കൊമ്പനും പിടിയും അങ്ങനെ വരും. അപ്പൊ ഇത്തരം ശബ്ദങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ശബ്ദങ്ങളുണ്ട്. കവി, കവയിത്രി, പ്രഭു, പ്രഭ്വി എന്നാണ് അതിന് പറയാ, പ്രഭ്വി എന്ന് പറയും. പിന്നെ അത് ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് വൈരി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപം PSCയുടെ ഒരു ചോദ്യത്തിൽ കണ്ടതാണ്. വൈരി എന്നൊരു രൂപം, വൈരിണി എന്നാണ് അതിന്റെ സ്ത്രീലിംഗ രൂപം വരിക. വൈരിണി. ഗുരു എന്നുള്ളതിന്റെ ഇത് ഗുരു എന്നുള്ള വലിയ എന്നുള്ള ആ അർത്ഥം വരും. ഗുരു, അതിന്റെ സ്ത്രീലിംഗ രൂപം ഗുർവി എന്നാണ്. ഗുർവി. അങ്ങനെ സംസ്കൃത ശബ്ദങ്ങളൊക്കെ എടുത്തിപ്പോ ഇന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ജന്തുക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവയുടെ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദം വിവക്ഷിക്കേണ്ടാത്തടത്ത് ജന്തുക്കളെയും നമ്മൾ നപുംസകമായിട്ട് കരുതണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. അപ്പൊ ഇനി അതിന് നമ്മൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ലിംഗത്തിന്, അല്ലെ ഉഭയലിംഗത്തിന്, അല്ലെ സാമാന്യ ലിംഗത്തിന്, ഇതിനകത്തെന്ന് പറയുന്നത് ഈ പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് തൊഴിലാളി, മുതലാളി, വിദേശി, സ്വദേശി ഒക്കെ ലിംഗ രൂപങ്ങൾ. ആണിനെയും പെണ്ണിനെയും ചേർത്ത് പറയുന്നതുണ്ട്, അല്ലാതെ പറയുന്നതുണ്ട് കേട്ടോ. ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. തൊഴിലാളി, മുതലാളി, വിദേശി, സ്വദേശി, ഉപഭോക്താവ്, ആന, കുതിര, പുലി, മാൻ, കരടി, ഇതൊക്കെ അലിംഗമായിട്ട് എടുക്കാമെന്നാണ്. കാരണം ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയുന്ന ശബ്ദങ്ങളാണ്. അധ്യാപകർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, എങ്ങനൊരു ബഹുവചനം ഉണ്ട്, അലിംഗ ബഹുവചനം എന്ന് പറയും. അപ്പൊ അത് നമുക്ക് അന്നേരം ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ ജന്തുക്കളുടെ ലിംഗഭേദം വിവക്ഷിക്കേണ്ടി വരുമ്പോ ഇവിടൊക്കെ എന്ന് പറഞ്ഞാണ്ടില്ലേ, കൊമ്പനാന, പിടിയാന. പക്ഷെ ആൺകുതിര എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് സ്ത്രീലിംഗ രൂപം പെൺകുതിര തന്നെ. ആൺപുലി, പെൺപുലി, ഇങ്ങനെയൊക്കെ നമ്മൾ ലിംഗഭേദം വ്യക്തമാക്കും. എങ്ങനെയായാലും ശരി തന്നെ ലിംഗം 4 വിധത്തിൽ വരും. പുരുഷനെ കാണിച്ചാൽ, അല്ലെ ആണിനെ സൂചിപ്പിച്ചാൽ പുല്ലിംഗം, അൻ എന്നുള്ള പ്രത്യയം, ആണെന്നുള്ള ശബ്ദം ചേർത്തിട്ട് നമുക്ക് പുല്ലിംഗ രൂപങ്ങൾ ഉണ്ടാക്കാം. ഇനി സ്ത്രീയെ കുറിക്കുന്നത് സ്ത്രീലിംഗം, അതിൽ നമുക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്, പ്രത്യയങ്ങളുണ്ട്. അതിനെ കാണിക്കുന്നത് പെണ്ണെന്നുള്ള ശബ്ദം ചേർത്തിട്ട്, അല്ലെങ്കിൽ ഈ, ആൾ, പി, ചി, ആട്ടി, സ്യാർ. ഇനി ഇത് കൂടാതെ ഉണ്ട് ധാരാളം രൂപങ്ങൾ. ഇപ്പൊ ഞാൻ പറയില്ലേ, വിദ്വാൻ, വിദുഷി, അതുപോലെ തന്നെ പ്രഭു, പ്രഭ്വി എന്നൊക്കെയുള്ള രൂപങ്ങളുണ്ട്. കാരണം കൂടുതൽ ഈ ഒക്കെ ചേർന്ന് വരും, എങ്കിലും ചിലയിടത്ത് അതൊന്നും ഇല്ലാതെ വരും. അതുപോലെ ഇക എന്ന് വരുന്ന അധ്യാപിക, അധ്യാപകൻ, അധ്യാപിക, യാചിക. യാചിക. ഇന്ന് പ്രചാരം കൊണ്ട് യാചകി വന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ. അതുപോലെ ഘാതകി, ഘാതിക എന്ന് അവരത്.
ഘാതകി കൊലയാളി, അതാ ഘാതകി. പിന്നെ നമ്മൾ കാഥികനും കാഥികയുണ്ട് കേട്ടോ. ലേഖകനും ലേഖികയുണ്ട്, ബാലകനും ബാലികയുണ്ട്. അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഇതെല്ലാം ഒന്ന് പഠിച്ചോളാം. സന്യാസി സന്യാസിനി, തപസ്വി തപസ്വിനി ഉണ്ടോ, ഒക്കെ സ്ത്രീലിംഗ രൂപങ്ങൾ. അതൊക്കെ ശ്രദ്ധിച്ചു. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ ആണിലും പെണ്ണിലും പെടാതെ. ഇനി ആണിനെ പെണ്ണിനെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു, അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചോണം നമ്മൾ. ഇത്രയേ ഉള്ളൂ. ആണിനെ പെണ്ണിനെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞ അലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം. ഇപ്പൊ പറയും ജനങ്ങൾ എന്നുള്ളത് ഉഭയലിംഗം, ആണിനെ പെണ്ണിനെ ഒരുമിച്ച് ചേർത്ത്. അപ്പൊ അതാ ഉഭയലിംഗം. പ്രേക്ഷക സദസ്യ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ആണിനെ പെണ്ണിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതുകൊണ്ട് അതൊക്കെ അലിംഗം അല്ലെ ഉഭയലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം എന്ന വിഭാഗത്തിൽ പെടും. ഇനി അടുത്തത് വചനമാണ്. വചനം, ലിംഗം, വചനം. അപ്പൊ ലിംഗം എന്താ നമ്മൾ പറഞ്ഞു? ലിംഗം എന്ന് പറഞ്ഞാല് ആണോ പെണ്ണോ നപുംസകമോ എന്ന് കാണിക്കും, അതാണ് ലിംഗം. ഇനി വചനം എന്ന് പറഞ്ഞ നമ്പര് എണ്ണം കാണിക്കും. അതായത് വസ്തുവിന്റെ വ്യക്തിയുടെയോ എണ്ണം, നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ എണ്ണം കാണിക്കുന്നത് വചനം. വചനം രണ്ട് വിധമാണ് മലയാളത്തിലൊക്കെ ഉള്ളത്. ഇംഗ്ലീഷിലും രണ്ടേ ഉള്ളു, സിംഗുലറും പ്ലൂറലും. വചനം രണ്ടേ ഉള്ളു, സിംഗുലറും പ്ലൂറലുമാണ് വചനത്തിൽ വരിക. ഏകവചനവും ബഹുവചനം. മലയാളത്തില് അതേ ഉള്ളു. മലയാളത്തില് ഒന്നിനെ കാണിക്കുന്നത് ഏകവചനം, ഒന്നിൽ കൂടുതലുള്ളതല്ല ബഹുവചനം. അതാണ് നമ്മുടെ രീതി. ഏകവചനവും ബഹുവചനം അതാണ് വചനം. ഏകവചനമുണ്ട്, ബഹുവചനം രണ്ടിലും. ഇനി ഈ സംസ്കൃതത്തിലും അറബിയിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വേറൊരു വചനങ്ങളുണ്ട്, ദ്വിവചനം എന്നൊരു ദ്വിവചനമുണ്ട്. ഇപ്പൊ അവര് പറയുമ്പം ഒരു രാമൻ, രണ്ട് രാമൻ, രാമന്മാർ എന്നത് ഏകവചനം, ദ്വിവചനം, ബഹു. പക്ഷെ നമ്മുടെയാണ് ഏറ്റവും നല്ല ലിംഗവ്യവസ്ഥ കേട്ടോ. അവിടെ സംസ്കൃതത്തിൽ 3 വചനമാണ്. ഏകവചനമുണ്ട്, ബഹുവചനവും ഉണ്ട്, ദ്വിവചനം എന്ന് പറയും. അപ്പൊ നമുക്ക് വചനത്തിലേക്കൊന്ന് പോകാം. എന്താണ് വചനം? നാമപദം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ എണ്ണം എത്രയുണ്ടെന്ന് കാണിക്കുന്നതാണ് വചനം. നാമപദം കൊണ്ട് സൂചിപ്പിക്കുന്ന വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ എണ്ണം എത്രയുണ്ടെന്ന് കാണിക്കും, അതാണ് വചനം. മലയാളത്തിൽ ഏകവചനവും ബഹുവചനം. വചനം 2 വിധത്തിലാണുള്ളത്, ഏകവചനവും ബഹുവചനവും. ഇനി ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ മാത്രം പറയുന്നതാണ് ഏകവചനം. ഒന്നിനെ കാണിക്കുന്നത് ഏകവചനം, ശബ്ദത്തിന്റെ സ്വന്തം രൂപമോ ലിംഗപ്രത്യയം ചേർന്ന രൂപമോ ആണ് ഏകവചനം. ഒരു ശബ്ദം നമ്മൾ പറഞ്ഞ രാമൻ എന്ന് പറഞ്ഞ ഏകവചനം, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഏകവചനം, മരം എന്ന് പറഞ്ഞ ഏകവചനം, പാലം ഏകവചനം, പാലങ്ങൾ ബഹുവചനം, മരങ്ങൾ ബഹുവചനം. ഉണ്ടോ? ഒന്നിനെ കാണിക്കുന്നത് ഏകവചനം, ഒന്നിൽ കൂടുതലുള്ളതൊക്കെ ബഹുവചനം. ഏകവചനത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യയങ്ങളില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. രണ്ടാമത്തത് ബഹുവചനമാണ്. ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെയോ വ്യക്തിയെയോ സൂചിപ്പിക്കുന്നത് ബഹുവചനം. ഒന്നിലധികം വസ്തുക്കളെ അല്ലെ വ്യക്തികളെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം. ഒന്നിലധികം വസ്തുക്കളെയോ
വ്യക്തികളെയോ സൂചിപ്പിക്കുന്നത് ബഹുവചനം. ബഹുവചനം 3 വിധത്തിലാണ്. ബഹുവചനം എന്ന് പറയുന്നത് 3 വിധത്തിൽ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം. കേട്ടോ. രണ്ടാമത്തത് അലിംഗ ബഹുവചനം. മൂന്നാമത്തത് പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. 3 രീതിയിലാണ് ബഹുവചനം. മറ്റു ഭാഷകളിൽ ഒന്നും ഇല്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ ആ ഭാഷയ്ക്കുണ്ട്, മലയാള ഭാഷയ്ക്കുണ്ട്. അപ്പൊ വചനത്തെ കേട്ടോ, ബഹുവചനത്തെ തന്നെ മറ്റു ഭാഷകളിലൊക്കെ ഒന്നിൽ കൂടുതലുള്ളതൊക്കെ ബഹുവചനം. പക്ഷെ ഇവിടെ നമുക്കൊരു ഇതുണ്ട്, ബഹുവചനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ലിംഗം കൂടി ചേർക്കും. അതാണ് ഇതിൻ്റെ. ആദ്യത്തെ ബഹുവചനം ഏതാ? സലിംഗ ബഹുവചനം. ആദ്യത്തെ ബഹുവചനം ഏതാ? സലിംഗ ബഹുവചനം. എന്താ സലിംഗം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ലിംഗത്തോട് കൂടിയ ബഹുവചനം. ലിംഗത്തോട് കൂടിയ ബഹുവചനം, അതാണ് ഇതിന് സലിംഗ ബഹുവചനം. ലിംഗത്തോട് കൂടിയ ബഹുവചനം. പുല്ലിംഗത്തിന്റെയോ സ്ത്രീലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുത്വം പ്രത്യേകം പ്രത്യേകം സൂചിപ്പിക്കും. എന്നുവെച്ചാൽ ഒരു കൂട്ടത്തെ കണ്ടിട്ട് അത് പുല്ലിംഗമാണോ, പുല്ലിംഗത്തിൽ പെടുന്നതാണോ, സ്ത്രീലിംഗത്തിൽ പെടുന്നതാണോ, അതോ നപുംസക ലിംഗത്തിൽ പെടുന്നതാണോ, പ്രത്യേകം പ്രത്യേകം പറഞ്ഞാൽ, ഇപ്പൊ പുല്ലിംഗത്തിൽ പെടുന്ന ഒരു കൂട്ടം കേട്ടോ, അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിൽ പെടുന്ന ഒരു കൂട്ടം ഉണ്ടോ, ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് സലിംഗം. പേര് വെച്ച് തന്നെ നമുക്കറിയാം, ലിംഗത്തോട് കൂടിയ ബഹുവചനം. അപ്പൊ അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ ഏത് ബഹുവചനത്തിൽ പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകന്മാർ. കണ്ടോ, കൻ, അധ്യാപകൻ, അൻ ആണ് അവസാനം. കണ്ടോ കണ്ടോ. മിടുക്കികൾ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം സെപ്പറേറ്റ് ചെയ്ത് പറയും. കണ്ടോ. പാലങ്ങൾ അല്ലെ മരങ്ങൾ നപുംസകലിംഗത്തിന്റെ ബഹുത്വങ്ങൾ. ഇങ്ങനെ പുല്ലിംഗത്തിന്റെയോ സ്ത്രീലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുത്വം പ്രത്യേകം പ്രത്യേകം സൂചിപ്പിച്ചാൽ അത് നമ്മൾ എന്ത് പറയും? സലിംഗ ബഹുവചനം എന്നാണ്. ഇനി വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ ലിംഗസൂചന നൽകുന്ന ബഹുവചനം. ഇതിനകത്ത് വരുന്ന പ്രത്യേകത മാർ. ചില സ്ഥലങ്ങളിൽ കൾ എന്നുള്ള പ്രത്യയം ചേർന്നും ഇത് വരും. മാർ, കൾ ഉണ്ടോ? ഇത് രണ്ടെണ്ണം. ഈ കൾ എന്നുള്ള പ്രത്യയം ഒന്ന് ശ്രദ്ധിച്ചോണം, നമുക്ക് 3നും വരുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച്. അപ്പൊ മാർ എന്ന പ്രത്യയം, കൾ എന്നുള്ള പ്രത്യയം, ഇത് ചേർന്നാൽ അതാണ് സലിംഗ ബഹു. ഇവിടെ നമുക്ക് ബാലന്മാർ, അമ്മമാർ, അച്ഛന്മാർ ഉണ്ടോ? പുല്ലിംഗത്തിന്റെ ബഹുവചനം അച്ഛന്മാർ, ബാലന്മാർ പുല്ലിംഗത്തിന്റെ ബഹുവചനം, അമ്മമാർ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം, മരങ്ങൾ, തെങ്ങുകൾ, നദികൾ ഉണ്ടോ? അവിടെ മരങ്ങളും തെങ്ങുകളും നദികളും നപുംസകത്തിന്റെ ബഹുവചനം. പുരുഷന്മാർ പുല്ലിംഗം, സ്ത്രീകൾ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം. യോഗിമാർ ഉണ്ടോ? യോഗിനിമാർ എന്നായിരിക്കും സ്ത്രീലിംഗം. യോഗിമാർ, യോഗിനിമാർ. തപസ്വിമാർ, തപസ്വിനികൾ എന്ന് വരും അല്ലെ. തപസ്വികൾ, തപസ്വിനികൾ. മിടുക്കികൾ ഉണ്ടോ? കൾ ചേർന്ന് വരും. വിദ്യാർത്ഥികൾ ഉണ്ടോ? വിദ്യാർത്ഥിനികൾ ഉണ്ടോ? അവിടെയൊക്കെ കൾ ചേർന്ന്. അപ്പം ഒന്നുകിൽ മാർ ആണ് പ്രധാന പ്രത്യയം. അതുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. സലിംഗ ബഹുവചനമാണോ അത് നമുക്ക് മാർ എന്നുള്ളത്. ചിലയിടത്ത് കൾ. അപ്പൊ ഇനി കൾ ചേർന്ന് വരുവാണെങ്കിൽ അവിടെ നമ്മൾ നോക്കണം അതിന്റെ ലിംഗം നമുക്ക് മനസ്സിലാവുമെന്ന് നോക്കിയാൽ. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകലിംഗമാണോ എന്നാ ശബ്ദം നോക്കിയാൽ മതി. അത്
ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് സലിംഗ ബഹുവചനം തന്നെ ഉറപ്പാണ്. ലിംഗത്തിന്റെയോ സ്ത്രീലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ പ്രത്യേകം പറഞ്ഞാലാണ് അവിടെ ഇത് കേട്ടോ സലിംഗ ബഹു. ഇനി അലിംഗ ബഹുവചനം ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളിത് വലിയ ഇതാന്ന് വിചാരിച്ചിട്ട് അത്രയൊന്നും ഇല്ല, നമുക്കിത് എളുപ്പമാണ്. പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ഒരുമിച്ച് പറയുന്നത് അലിംഗം. രണ്ടു കൂട്ടരെ ഒരുമിച്ചെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ അലിംഗം ലിംഗത്തിൽ പറഞ്ഞു, അത് തന്നെയാണിത്. ഇതിവിടെ ലിംഗമില്ല. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് വേർതിരിച്ച് പറയുന്നില്ല. വേർതിരിച്ച് പറഞ്ഞാൽ സലിംഗമായി. വേർതിരിച്ച് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അലിംഗം. അലിംഗ ബഹു. പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ഒരുമിച്ച് പറയുന്നത് അലിംഗ ബഹു. രണ്ടിനെ ഒരുമിച്ച് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന ശബ്ദത്തിന്റെ ലിംഗം വേർതിരിച്ചു പറയാൻ കഴിയും. ഇതിന്റെ പ്രത്യയം ആർ. അധ്യാപകർ, പ്രസംഗകർ, യാചകർ, നായകർ, പ്രേക്ഷകർ, സദസ്യർ. എല്ലാം ഒരുമിച്ച് ആണിനും പെണ്ണിനും ഒരുമിച്ച് ചേർത്ത് പറയും. ആണിനെ പെണ്ണിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നത് ആണ്. പിന്നെ പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ഒരുമിച്ച് പറയും, അത് അലിംഗ ബഹു. ഈ ബഹുവചനത്തിൽ നമുക്ക് ശബ്ദം വേർതിരിച്ച് പറയാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഇത്. പിന്നീട് ഇത് വരുമ്പോ ഇത് പിന്നെ ആണ് പ്രത്യയം. ഇതിനകത്ത് ചിലപ്പോ ലിംഗ കൾ ചേർന്നും വരും. അധ്യാപകർ, പ്രസംഗകർ, യാചകർ, ഗായകർ, നായകർ, മനുഷ്യർ, ജനങ്ങൾ, രോഗികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, ഇവയൊക്കെ ഇതിനകത്ത് വരും. മൂന്നാമത്തത് പൂജക ബഹുവചനം. മൂന്നാമത്തത് പൂജക ബഹുവചനം. കേട്ടോ, ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം. കേട്ടോ, പൂജക ബഹുവചനം ബഹുമാന സൂചകമായിട്ട് ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നത് പൂജക ബഹുവചനം. ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ബഹുവചനമാണെങ്കിലും ഒരാളെ മാത്രം കാണിക്കാനാണ് ഈ ബഹുവചനം ഉപയോഗിക്കുക. കേട്ടോ, ബഹുവചനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരാളെ മാത്രം കാണിക്കാനാണ് നമ്മൾ ഈ ബഹുവചനം ഉപയോഗിക്കുന്ന പൂജക ബഹുവചനം. എന്നുവെച്ചാൽ ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്ന ഇതാണ് പൂജക ബഹുവചനം. കേട്ടോ, നമ്മളിപ്പോ പ്രയോഗിക്കുന്ന ബഹുവചനം പക്ഷെ ഒരാളെ മാത്രം സൂചിപ്പിക്കുന്നു. അതെങ്ങനെ ഒരാളെ മാത്രം സൂചിപ്പിക്കും? അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ബഹുമാന സൂചകമായിട്ടാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബഹുവചനത്തിന് ഒരു പ്രത്യേക പേര് പൂജക ബഹുവചനം. കേട്ടോ, ബഹുമാനം സൂചിപ്പിക്കും. ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളൊക്കെ ബഹുമാനം സൂചിപ്പിക്കാൻ മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷ മാത്രം എന്താണ് അതിനായിട്ടൊരു ബഹുവചനം ഉണ്ടാക്കിയിട്ട് ആ ബഹുവചനം ഇപ്പൊ വാര്യർ, മാരാർ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഇതാ സ്വാമികൾ, തമ്പ്രാക്കൾ, തന്ത്രികൾ, തിരുവടികൾ, ശാസ്ത്രികൾ, പണ്ഡിതർ, വൈദ്യർ, ജ്യോത്സ്യർ, ഉണ്ടോ, ഭാഗവതർ, പണിക്കർ. കൾ രണ്ടും ചേർന്ന രൂപങ്ങൾ. കൾ പ്രത്യയമാണ് ഇതിന്റെ പ്രധാന പ്രത്യയം, പക്ഷെ ചേർന്ന രൂപം. ആചാര്യർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അവിടെയൊക്കെ അവിടെ കൾ ഇത് രണ്ടും ചേർന്ന് കള്ളാണ് പ്രധാനം. സ്വാമികൾ, തമ്പ്രാക്കൾ, തന്ത്രികൾ. കേട്ടോ, ഇത് അതിനനുസരിച്ച് ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞത് 3 വചനങ്ങളാണ് പറഞ്ഞത്.
സലിംഗം, ലിംഗം തിരിച്ചറിയാവുന്ന ബഹുവചനം. അലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം തിരിച്ചറിയാനാകാത്ത. പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണെന്ന് നോക്കിയാൽ മതി. അധ്യാപകർ, യാചകർ, ഗായകർ, പ്രസംഗകർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രത്യയമാണ് രണ്ടുപേരെ ഒരുമിച്ചാണ്. അധ്യാപകനും വരും, അധ്യാപികയും വരും, ഒരുമിച്ച് ചേർത്ത് പറയാം. അതാണ്. ഇനി വചനപ്രത്യയങ്ങളിൽ കൾ എന്നുള്ള പ്രത്യയം 3 ബഹുവചനങ്ങളിലും ചേരും. അതൊരു പ്രത്യേകതയാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു. കൾ എന്നുള്ള പ്രത്യയം 3 ബഹുവചനങ്ങളിലും ചേരും. അപ്പൊ അത് പിന്നെ ഈ ഇതിന്റെ ബഹുവചനത്തിന്റെ ബഹുവചന രൂപത്തിന്റെ ലിംഗം തിരിച്ചറിയാനാവുമോ നോക്കിയാൽ മതി. അത് സലിംഗ ബഹുവചനമാണ്. ലിംഗം തിരിച്ചറിയാനാവില്ല എന്നുണ്ടെങ്കിൽ അത് അലിംഗമാണ്. ഇനി ബഹുമാന സൂചകമായി ഒരാളെ സൂചിപ്പിക്കാൻ ബഹുവചനം പ്രയോഗിച്ചാൽ അത് പൂജക ബഹു. ഈ കൾ ചേരുന്നിടത്ത് നമ്മൾ അത് വെച്ചൊന്ന് നോക്കിയാൽ മതി. ലിംഗം വ്യക്തമാണോ? സലിംഗം. ലിംഗം തിരിച്ചറിയാനാവില്ല എന്നുണ്ടെങ്കിൽ അത് അലിംഗമാണ്. ബഹുമാന സൂചകമായിട്ട് ഒരാളെ സൂചിപ്പിക്കാൻ നമ്മൾ ബഹുവചനം പ്രയോഗിച്ചാൽ അത് പൂജക ബഹുവചനം. ഈ പൂജക ബഹുവചനം ശ്രദ്ധിച്ചു. സ്വാമികൾ, തന്ത്രികൾ എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെയാണ് ഈ പൂജക ബഹുവചനം. തിരുവടികൾ, പിന്നെ വാര്യർ, മാരാർ, ജ്യോത്സ്യർ, പണിക്കർ ഉണ്ടോ, ഇങ്ങനൊക്കെ വരുമ്പോൾ അതൊക്കെ ബഹുവചനം. അപ്പൊ അത് നമ്മുടെ പൂജക ബഹുവചനം. ഒരാളെ കുറിച്ച് പറയും, പക്ഷെ ബഹുവചനത്തിന്റെ രൂപം പ്രത്യയങ്ങളായിരിക്കും അതിനകത്ത് ഉപയോഗിക്കും. അത് നോക്കിയാൽ മാത്രമേ പൂജക ബഹുവചനം നമുക്ക് എളുപ്പം കണ്ടുപിടിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് നമ്മളിപ്പോ ഇനി ഒരു ടോപ്പിക്കുകൾ എടുക്കാനുള്ള സമയം നമുക്ക് ഇല്ല. വിഭക്തി എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കാരണം ഒരെണ്ണം കൂടെ എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല. മാത്രമല്ല എന്തോ ഫോണിന് എന്തോ ഒരു തെളിച്ചക്കുറവുണ്ട്, എന്താണെന്ന് നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഇന്നത്തെ ഈ പിന്നെ ക്ലാസ് നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് സമാപിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചു. സാറേ, ഗുരുവിന്റെ സ്ത്രീലിംഗം പറഞ്ഞില്ല, അതൊന്ന് പറയാമോ? മറന്നുപോയി. ഏത് ഗുരു എന്നുള്ളതിന്റെ സ്ത്രീലിംഗം പദം പറഞ്ഞില്ലേ സാറ്? ഏതിലെ സ്ത്രീലിംഗം? ഗുരു എന്നുള്ളതിന്റെ ഗുരു എന്നുള്ളതിന്റെ സ്ത്രീലിംഗം ഗുർവി എന്നാണ്. ഗുർവി. നമ്മളെ ഈ പഠിപ്പിക്കുന്ന ഗുരു അല്ല കേട്ടോ. അത് ശരി. അവിടെ ഗുരുത്വം എന്നൊക്കെ പറയത്തില്ലേ? അതെ അതെ അതെ. വലിയ എന്നുള്ള അർത്ഥത്തില് ഗുരുവായ ഭാരം എന്നൊക്കെ പറയത്തില്ലേ? ആ അർത്ഥത്തിലുള്ള ഗുരു ആട്ടോ. വലിയ ചെറിയ എന്നുള്ള നമ്മളെ പഠിപ്പിക്കുന്ന ഗുരു അല്ല. അത് ശ്രദ്ധിച്ചു വേണം കേട്ടോ. അത് ചിലപ്പോ അബദ്ധം പറ്റും. സാർ, ഈ പുഴ നദി എന്ന് പറയില്ലേ, അതില് നദി നമ്മൾ സ്ത്രീലിംഗമായിട്ട് പറയാറില്ലേ? അത് സംസ്കൃതത്തിലാ? മലയാളത്തിലില്ല. അതും അത് തന്നെ. മലയാളത്തില് അവയൊക്കെ നമുക്ക് നപുംസകമായിട്ടാണ് എടുക്കുക മലയാളത്തില്. അപ്പൊ അല്ല, പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ നദി സ്ത്രീലിംഗമായിട്ട് പറയാറുണ്ട്. അതങ്ങനെയാണ്. കടല് പുല്ലിംഗവും നദി സ്ത്രീലിംഗവും ഒക്കെ ആയിട്ട് അത് പഴയ കവികൽപ്പനയാണ്. അത് മാത്രമല്ല, അതൊക്കെ കൂടുതലും സംസ്കൃതത്തില്. ഇപ്പം നമ്മൾ സംസ്കൃതത്തിലെ ഒരു രൂപം എടുത്താണ് സിംഹി. സിംഹം എന്ന് പറഞ്ഞ പുല്ലിംഗം, സിംഹി എന്ന് പറഞ്ഞ സ്ത്രീലിംഗം. അത് കണക്ക് നമുക്ക് പുലി, പുലിച്ചി ഇല്ലല്ലോ, പുലി ഉള്ളു. അതിനപ്പോ നമുക്ക് പുല്ലിംഗം സ്ത്രീലിംഗം പറയണ നമ്മള് ആൺപുലിയും പെൺപുലിയും പറയും. അത് ആ ഒരു രീതിയിൽ നമ്മളത് എടുക്കുക കേട്ടോ.
അങ്ങനെ അപ്പൊ സംസ്കൃത ശബ്ദങ്ങൾ നപുംസകലിംഗമായിട്ട് തന്നെ എഴുതണം അല്ലെ? നദി അങ്ങനെ തന്നെ സംസ്കൃതത്തിലെ ലിംഗമാണ് ഏതോ അത് തന്നെ നമ്മൾ എഴുതണം. ഇപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സ്ത്രീലിംഗമാണ്. നമുക്ക് അതിന് ലിംഗം ഇല്ലല്ലോ. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശരി ശരി. സർ പ്രഭി എന്ന് പറഞ്ഞല്ലോ, ആ പ്രഭു അത് അത്തരം അക്ഷരത്തെറ്റ് വരാൻ ഒരു മിനിറ്റ് സാർ, അക്ഷരത്തെറ്റ് വരാൻ സാധ്യതയുള്ള അത്തരം കുറച്ച് വാക്കുകൾ എഴുതി വിട്ടു തരുമോ? അല്ല, അടുത്ത ഇതിൽ പദശുദ്ധി നമ്മൾ എടുക്കുന്നുണ്ട്. പദശുദ്ധി വേറെ ക്ലാസ് തന്നെ, വേറെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉണ്ടാവും. ഓക്കെ അത് ചോദ്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഈ പദശുദ്ധി, വാക്യശുദ്ധി, പഴഞ്ചൊല്ല്, ഒറ്റപ്പദമൊക്കെ നമ്മള് പ്രത്യേകം പഠിപ്പിക്കും. ഇതൊക്കെ ചോദ്യങ്ങൾ വരുന്ന പഴഞ്ചൊല്ല്, ശൈലികളൊക്കെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കാറ്റഗറി 1നും 2നും നിർബന്ധമായിട്ട് വേണ്ട. നമ്മൾ വരുന്നുണ്ട് അതിന്റെ ക്ലാസ്സുകൾ. ഗ്രാമർ ആദ്യം തീർക്കുക, സന്ധി സമാസം പറഞ്ഞ് തീർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, വിപരീതം, ഇങ്ങനെയുള്ള ഒരു ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ എടുക്കും കേട്ടോ. എല്ലാ 2 മണിക്കൂർ ക്ലാസ്സുകളിലും ഇങ്ങനെ കുറേശ്ശെയായിട്ട് പിന്നെ വ്യാകരണമാണ് നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ വരിക. അപ്പൊ അതുകൊണ്ട് ആദ്യം അതങ്ങ് എടുക്കുന്നത്. അതിന് ക്ലാസ് ഉണ്ടാവും. അക്ഷര ഇതുള്ള പദശുദ്ധി നമ്മൾ അടുത്ത ക്ലാസ് എന്നാ ഒന്നും പറയാൻ വയ്യല്ലോ അല്ലേ? അല്ല, അതിപ്പോ സാറ് തീരുമാനിക്കുന്നത്. നമുക്ക് എല്ലാ വിഷയങ്ങളും എടുക്കുന്നത്. അപ്പൊ അത് അവിടുന്ന് സാറുമാര് തീരുമാനിക്കുന്ന. അപ്പൊ അത് അവര് നേരത്തെ കൂട്ടി നിങ്ങളെ അറിയിക്കുമല്ലോ. നമ്മളതില് അതിന്റെ സൈറ്റിൽ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വീരാപ്പ സാറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട അറിയാം. നമ്മള് ഇന്ന് എടുത്ത ഭാഗങ്ങൾ ഭേദകം, ദ്യോതകം അല്ലെ? ഭേദകത്തിന്റെ വിഭാഗങ്ങള് നാമവിശേഷണം, ക്രിയാവിശേഷണം, ഭേദവിശേഷം. പിന്നീട് ഭേദകത്തിന്റെ വ്യാപാരം അനുസരിച്ച് ശുദ്ധം, സാർവനാമികം, സാംഖ്യം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം. ഓക്കെ അല്ലേ? അതാണ് നമ്മള് ഭേദകമായിട്ട് വന്നത്. പിന്നെ ദ്യോതകത്തിന്റെ ഉൽപ്പത്തി അടിസ്ഥാനമാക്കി നിപാതം എന്നും അവ്യയം. ജന്മനാ ദ്യോതകം, നിപാതം മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് മാറി വന്നത് ദ്യോതകം അല്ല, പിന്നെ അവ്യയം. പിന്നീട് അതിന്റെ വ്യാപാരം അനുസരിച്ച് ഗതി, ഘടകം, വ്യാക്ഷേപം, കേവലം, ഇങ്ങനെ 4. പിന്നെ ലിംഗം, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, പിന്നെ അലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം. വചനം ഏകവചനവും ബഹുവചനം. ബഹുവചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബഹുവചനം 3 വിധത്തിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിഭക്തി മുതലുള്ള വ്യാകരണ ഭാഗം, അത് കഴിയുന്നതോടുകൂടി സന്ധി, സമാസം കേട്ടോ. പിന്നീട് അനുപ്രയോഗമൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 ക്ലാസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് നമ്മളിത് മുഴുവൻ കൃത്യമായിട്ട് തീർത്ത് നിങ്ങൾ കൂടെ വന്നിരുന്നാൽ മതി. ആ നോട്ട്സുകൾ ഇതിനെ തൊട്ട് പുറകിൽ തന്നെ ഞാൻ നോട്ട്സ് സാറിന് അയച്ചുവിടും. അപ്പൊ ശരി, പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയും.